السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ നമ്മൾ ഇന്നലെ ജുസ് 3ന്റെ സ്റ്റാർട്ടിങ് അല്ലെ, ജുസ് 3 ആയ 253 കണ്ടു. പിന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്നലെ കയറാത്തവരാരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ലൈവ് കേട്ട് നോക്കുക. ഇന്നലത്തെ റെക്കോർഡിങ് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നതിൽ ആരൊക്കെ റൂട്ട് ലെറ്റേഴ്സിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എങ്ങനെയാ അത് എന്താ ലൈക്ക് അത് തജ്വീദുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ. അപ്പം ഇന്നലെ റഹ്മത്ത് നമ്മുടെ മെയിൻ ഗ്രൂപ്പുകളിലൊക്കെ ഒരു പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 13 ക്ലാസ്സുകൾ ഉള്ള ഒരു പ്ലേലിസ്റ്റ്, 13 ക്ലാസ്സും 3 എക്സാമും ഉണ്ടാവും. 3 എക്സാമിന്റെ ഡിസ്കഷൻസും ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ്. അപ്പൊ നിങ്ങൾ മെല്ലെ മെല്ലെ മെയിൻ ആയിട്ട് അതിന്റെ ഫസ്റ്റ് ക്ലാസ് പുതിയ ആൾക്കാർ ഇത്രയും പെട്ടെന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ റൂട്ട് ലെറ്റേഴ്സ് എന്നും എങ്ങനെ അതിനെ ഉൾക്കൊള്ളണമെന്നും അതെന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നും എന്താണ് റൂട്ട് ലെറ്റേഴ്സിന്റെ ആവശ്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമിന് മുമ്പേ തന്നെ കഴിയുമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കി നമുക്ക് അത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെല്ലെ നമ്മൾ പോകെ കിട്ടുന്ന ഒരു കാര്യമാണ് അതിലൊരു ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കത് മെല്ലെ എന്താണ് റൂട്ട് ലെറ്റേഴ്സ് എന്നും ഒക്കെ നമുക്ക് പഠിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ട് വിട്ടേക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാമർ കാര്യങ്ങളും നിങ്ങൾക്കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടുവിടാം. പക്ഷെ നമ്മളിങ്ങനെ കേട്ട് അത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് കയറിക്കോളും. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ എപ്പോഴും നിങ്ങൾക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പറ്റുന്നില്ല എന്ന് തോന്നുമ്പം അള്ളാഹിന്റെ ആ ഒരു പ്രോമിസ് അവർക്ക് അള്ളാഹ് എളുപ്പമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ. എല്ലാ തരത്തിലും. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ക്വാളിഫിക്കേഷൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല അല്ലെ. ഏതൊരു അക്ഷരം അറിയാത്തവർക്ക് പോലും, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതായിരിക്കാം ഉമ്മിയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അക്ഷരജ്ഞാനം പോലും ഇല്ലായിരുന്നു. ഇവിടെ അക്ഷരജ്ഞാനം ഇല്ലാത്ത ഒരാൾക്കാരും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒന്നും ഗ്രൂപ്പുകളിൽ അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്, കേസ് കേരളത്തില്. അപ്പം അതുകൊണ്ട് അതിനുള്ള ക്വാളിഫിക്കേഷനേക്കാളും അധികം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം അതിനെ അങ്ങ് വിട്ടേക്കുക. പക്ഷെ കേൾക്കുക, കുറെ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അത് നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് നമുക്ക് സൂറത്ത് ബഖറയിലെ അടുത്ത ആയത്ത് 254 ആയത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ആയത്തിൽ പറയുന്നത് يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവിൻ. ഒരു ക്രയവിക്രയമാകട്ടെ, ശുപാർശയാകട്ടെ, ചങ്ങാത്തമാകട്ടെ ഉണ്ടായിരിക്കുക ഇല്ലാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി. അവിശ്വാസികൾ തന്നെയാണ് അക്രമകാരികൾ. വാക്കർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന, ഹേ യാതൊരുത്തരെ, അതല്ലെ കുറച്ചു കൂട്ടം ആൾക്കാരെ അള്ളാഹു അഡ്രസ് ചെയ്തിട്ട് വിളിക്കുകയാണ്. അല്ലയോ ഹേ എന്ന് വിളിച്ചിട്ട് ആരെയും വിളിക്കുന്നത്? ആമനു. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. ഹംസ മീം നൂൻ. അപ്പോ ഹേ വിശ്വസിച്ചവരെ എന്നാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവിൻ. നൂൻ ഫ ഖാഫ്. ഓക്കെ, അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്. ഓക്കെ, ഫിഅല് അംറ. നമ്മൾ 3 തരം ഫിഅലുകളെ കുറിച്ചൊക്കെ ഗ്രാമർ ടിപ്സ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും അറബി ഭാഷയിൽ 3 ടൈപ്പ് വാക്കുകളാണ് ഉണ്ടാവുക: ഇസ്മ, ഫിഅല്, ഹർഫ്.
ഓക്കെ. ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം, ഇംഗ്ലീഷിൽ പറയുന്ന നൗൺ. ഫിഅല് എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ വേർബ്. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും വരാത്ത, അതായത് സ്വന്തമായിട്ട് മീനിങ് ഇല്ലാത്ത എന്നാൽ എന്തെങ്കിലും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മീനിങ് ഉള്ള വാക്കുകൾക്കാണ് ഹർഫ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നിൽക്കുന്ന അവ്യയം എന്ന് പറയും. അതായത് നമ്മൾ ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ പറയില്ലേ, ഇൽ അങ്ങനെയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇൻഡേ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പം അറബിയിലാണെങ്കിൽ അയല, മിൻ, ഫി അതുപോലെയുള്ള വാക്കുകൾക്കാണ് ഹെർഫ് എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് വാക്കുകളാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെ ഫിഅല് മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ഉണ്ടാവുക. ഫിഅല് മാദി, ഫിഅല് മുദാരി, ഫിഅല് അംർ. ഫിഅല് മാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാലം. ഫിഅല് മുദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ്, അതായത് വർത്തമാനകാലം, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഭാവി കാലത്തിന് ഫിഅല് മുദാരി യൂസ് ചെയ്യും. ഫിഅല് അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ നമ്മളുടെ ഗ്രാമർ ടിപ്സിന്റെ ക്ലാസ്സുകളിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് അത് എടുത്ത് കേൾക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ പറ്റുമെങ്കിൽ അല്ല, നിങ്ങൾ കുറച്ച് അതായത് പ്ലാൻ ചെയ്യുക. ഈ ആഴ്ച ഒരു ക്ലാസ്, അടുത്ത ആഴ്ച ഒരു ക്ലാസ്, അങ്ങനെ കണ്ടാൽ ഒരു 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് അത് തീർക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അങ്ങ് പോകുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം ഇവിടെ അൻഫിഖു എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെലവഴിക്കുവിൻ. അതൊരു പ്ലൂറൽ ആയിട്ടുള്ള കൽപ്പന, അതായത് ഒന്നിലധികം ആളുകളുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. അതിന്റെ റൂട്ട് നൂൻ, ഫ, ഖാഫ്. ഓക്കെ. റൂട്ടിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ ഒരു ഇൻട്രോ പറഞ്ഞിരുന്നു. ആ ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ വിശദമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. മിമ്മ യാതൊന്നിൽ നിന്ന്, റസഖ്നാകും നിങ്ങൾക്ക് നാം നൽകിയ, റോ, സൈ, ഖാഫ് റൂട്ട്. ഓക്കെ. റസഖ്നാകും, റസഖ്ന എന്ന് പറഞ്ഞാല് നാം നൽകി, കും നിങ്ങൾക്ക്. അപ്പൊ അതിനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ ആ ടിപ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആനിൽ ഏതൊരു വാക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാ കർത്താവ്, അല്ലെ. ഇവിടെ റസഖ്ന എന്ന് പറയുമ്പോൾ തന്നെ നാം നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവിടുത്തെ കർത്താവ് നമുക്ക് മനസ്സിലാവും. ആർക്കാണ് കൊടുത്തത്? ഖും നിങ്ങൾക്ക്, അല്ലെ. അതൊരു നിങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മനുഷ്യന്മാര്, വിശ്വാസികളെയാണ് അള്ളാഹു അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഖുർആനിലെ ഓരോ വാക്കുകൾ കാണുമ്പോഴും നമുക്ക് ഓക്കെ ഇത് ആരാണ് ചെയ്തത്, എന്താ ചെയ്തത്, ആർക്കാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു റഫ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ടിപ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ റസഖ്നാകും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. ഓക്കെ. മിമ്മ നൽകിയ യാതൊന്നിൽ നിന്ന്. അപ്പം റസഖ്നാന്റെ റൂട്ട് റോ, സൈ, ഖാഫ്. മിൻ ഖബൽ മുമ്പായി, അൻ യഅതിയ വരുന്നതിന്. ഓക്കെ. യഅതിയ, അത, യഅതി, അതാന്റെ റൂട്ട് ഹംസ, ത, യ. അപ്പം വരുന്നതിന് മുമ്പായി, യൗമുൻ ഒരു ദിവസം, യ, വാവ്, മീൻ. ഓക്കെ. ലാ ബൈഉൻ ഒരു വിക്രയവും ഇല്ല. ല എന്ന് പറഞ്ഞാൽ ഇല്ല, ബൈഉൻ ക്രയവിക്രയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയും. നമ്മൾ കൊടുത്തു വാങ്ങുന്ന കാര്യത്തിനാണ് ബൈ എന്ന് പറയുന്നത്. ബ, യ, ഐൻ റൂട്ട്. ഫീഹി അതിൽ, വലാ ഖുല്ലതുൻ ഒരു ചങ്ങാത്തവും ഇല്ല. ഖുല്ലതുൻ ഖ, ലാം, ലാം. ഈ വാക്കിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. തഫ്സീർ പറയാം. വലാ ശഫാഅത്തുൻ ഒരു ശുപാർശയും ഇല്ല. ശഫാഅ, ഷീൻ, ഫ, ഐൻ. ഇതും നമുക്ക് വിശദമായിട്ട് കാണാൻ ഇൻഷാ അല്ലാഹ്. വൽ കാഫിറൂന സത്യനിഷേധികൾ, ക, ഫ, റ, ഹും അവർ തന്നെ, അദ്ദാലിമൂൻ ദാദ്, ലാം, മീം അക്രമകാരികൾ. അപ്പം അത്രയാണ് വാക്കർത്ഥമുള്ളത്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. അപ്പം ഇവിടെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു യൗമുൽ ആഖിറ, അല്ലെ, അതിനെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തണം. നമുക്കറിയാം നമ്മുടെയൊക്കെ ഇവിടുത്തെ ജീവിതം, അല്ലെ, അത് എപ്പോ വേണമെങ്കിലും അവസാനിക്കാം. അടുത്ത നിമിഷം നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു കാര്യമാണ്, അല്ലെ. അപ്പൊ നമ്മുടെയൊക്കെ ശരിയായ വീട് എന്ന് പറയുന്നത്, ശരിയായ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് പരലോകമാണ്. അപ്പം അള്ളാഹു നമ്മളുടെ അടുത്ത് ആ ലോകത്തേക്ക്, അവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്, അല്ലെ. അവിടത്തേക്ക് ആ കാര്യം ആലോചിച്ച് നിങ്ങൾ ബേജാറാണ്. അവിടുത്തെ എന്നേക്കുമുള്ള സമാധാനത്തിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവാൻ പറയണം, അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നല്ലേ. ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന്, സുബ്ഹാനല്ലാഹ്. പക്ഷെ ശരിക്കും ഖുർആനെ സമീപിക്കുന്നവർ എന്തുദ്ദേശത്തിലാണ് സമീപിക്കുക? പരലോകത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെ.
ഭൂമിയിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു പാതയിൽ ഉണ്ടാവുകയില്ല. നമ്മൾ കുറച്ചെടുത്ത് നമ്മൾക്ക് ആവശ്യം കഴിയുമ്പോൾ വിടും അല്ലെ. അപ്പം ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ഓരോ അനക്കങ്ങളും പരലോകത്തേക്കുള്ള നമ്മുടെ ഹാർഡ് വർക്ക് ആണ് അല്ലെ. ആ പരലോകത്തേക്കുള്ള ബിസിനസ് ആണ് ഇവിടുത്തെ നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും. അള്ളാഹു ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആ ഒരു സമാധാനം, അവിടുത്തെ ഒരു എന്നേക്കുമായിട്ടുള്ള നിലനിൽപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം ഇവിടെ നമ്മൾ പല രീതിയിലുള്ള ജീവിതങ്ങളായിരിക്കും അല്ലെ ഓരോരുത്തരും ജീവിക്കുന്നത്. ചിലര് വളരെ എന്താ പറയാ തൊട്ടതും പിടിച്ചതും ഒക്കെ പ്രശ്നമായിട്ട്, ചുറ്റുപാട് മുഴുവനും പ്രശ്നങ്ങളായിട്ട്, കോൺഫ്ലിക്ട്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. എന്തൊരു കാര്യത്തിലും പ്രശ്നമാണ്. അവരെയും ഒരു സമയമാകുമ്പോൾ മരണം എടുക്കും അല്ലെ. അവർക്കും ആ ഒരു കോൺഫ്ലിക്റ്റിന് ജുബൈരിയ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയണ്ട, നിങ്ങളൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് നോക്കാം, അതുകൊണ്ടായിരിക്കും കേൾക്കാത്തത് ഇൻഷാ അല്ലാഹ്. അപ്പം മരണം അവരെയും ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ. എന്നാൽ വേറെ ചിലർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടാവും അല്ലെ, എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടി. സത്യം പറയുകയാണെങ്കിൽ ഹാപ്പി മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി ലൈഫ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, ഹാപ്പി വർക്ക് ലൈഫ്, എല്ലാം ഹാപ്പി ആയിരിക്കും. പക്ഷെ അവരെയും എന്താണ് മരണം പിടികൂടും അല്ലെ. അവർക്കും ഇവിടെ നിന്ന് പോകണം ഒരു ദിവസം ആകുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അപ്പം എന്ത് ടൈപ്പ് ജീവിതമാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിലും ഒരു ദിവസം നമ്മൾ പോകണം. അപ്പൊ നമ്മള് ഏത് ദിവസം അതും ആ പോക്ക് കഴിഞ്ഞാൽ പിന്നെ അനശ്വരമാണ് അല്ലെ, പിന്നെ എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആയിരിക്കേണ്ടത് അതിനെ കുറിച്ചാണ് അല്ലെ, മരണത്തിന് ശേഷമുള്ള പരലോകത്തെ നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, അല്ലയോ ഈമാന്റെ ആൾക്കാർ അല്ലെ. ആമനു എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ആൾക്കാരാണ് ആമനു, അല്ലദീന ആമനു എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ രീതിയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ, മുമ്പും നമുക്ക് പല ആയത്തുകളിലും ഇത് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് അല്ലെ, യാ അയ്യുഹല്ലദീന ആമനു. അപ്പം അങ്ങനെ അള്ളാഹു വിളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാനാണ്. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം ആണ് അള്ളാഹ് പറയുന്നത്. വളരെ സീരിയസ് ആക്കി എടുക്കേണ്ടത് അല്ലെ. ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. പ്ലസ് നിങ്ങളുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈമാനേക്കാൾ വാല്യുബിൾ ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്നലെ ഡിസ്കഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണ്? ഹുദൽ ലിൽ മുത്തഖീൻ എന്നാണ് അല്ലെ. ഖുർആൻ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് ഹിദായത്താണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അപ്പം തഖ്വയുള്ളവർക്ക് മാത്രം ഹിദായത്താണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സമയമുള്ളപ്പോൾ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ റിവിഷന്റെ സമയത്ത് എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മുത്തഖീങ്ങളുടെ ലക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്, ഏറ്റവും ആദ്യം പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈമാനാണ് അതിന്റെ ബേസ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തഖ്വയുള്ള ആൾക്കാരാവാൻ നമ്മളെ കൊണ്ട് പറ്റൂല. തഖ്വയുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ്, സോറി, തഖ്വയുള്ള ഓക്കെ, നമ്മളെന്താ പറഞ്ഞു വെച്ചത്. അപ്പം ഈമാൻ എന്ന് പറയുന്നത് വളരെയധികം അല്ലെ, തഖ്വയുള്ള ആളുകൾ ആവണമെങ്കിൽ നമുക്ക് ഈമാൻ വേണം. തഖ്വയുള്ള ആൾക്കാർക്ക് മാത്രമേ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിക്കേണ്ട രീതിയിൽ കിട്ടുള്ളൂ. ഹിദായത്തുൽ ഇൽമിയും ഹിദായത്തുൽ അമലിയും കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. അപ്പം ഈ സംഭവം നമുക്ക് നഷ്ടപ്പെടുത്താൻ യാതൊരു ഓപ്ഷനും ഇല്ല അല്ലെ. ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ഈമാൻ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പറയാൻ പോണ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ അള്ളാഹ് പറയുന്നത്? എന്ത് ചെയ്യാനാ പറയുന്നത്? നിങ്ങൾ ചെലവഴിക്കുക, സ്പെൻഡ്, നിങ്ങൾ ചെലവഴിക്കുക. എന്തിൽ നിന്ന് ചെലവഴിക്കാനാ പറയുന്നത്? മിമ്മ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. ഓക്കെ, മിമ്മ, മിൻ പ്ലസ് മാ ആണ് മിമ്മ. അപ്പം മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. അപ്പൊ യാതൊന്നിൽ നിന്ന്, റസഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് റിസ്ഖിൽ നിന്ന് വന്നതാണ്. ഓക്കെ, റിസ്ഖ് എന്ന് പറഞ്ഞാല് അള്ളാഹ് തരുന്ന എല്ലാം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് എല്ലാം റിസ്ഖുകളാണ്. അപ്പം റസഖ് എന്ന് പറഞ്ഞാൽ നാം നൽകിക്കും നിങ്ങൾക്ക്. അപ്പൊ മിമ്മ റസഖ്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നിങ്ങൾക്ക് നാം എന്ത് നൽകിയോ അതിൽ നിന്ന് അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുക. അപ്പം എന്തൊക്കെയാ റിസ്ക്? എല്ലാം അല്ലെ, നമ്മൾക്ക് എന്തൊക്കെയുണ്ടോ, നമ്മുടെ വസ്ത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ സമ്പത്ത്, സ്വത്തും പണവും ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ പോണ സ്ഥലങ്ങളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നമ്മുടെ സ്കില്ലുകളായിക്കോട്ടെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്കിൽപ്പെട്ടാണ്. കാരണം എല്ലാം അല്ലാഹ് തന്നതാണ് അല്ലെ. അപ്പം അൻഫിഖൂ മിമ്മാ റസഖനാകും എന്ന് പറയുമ്പോൾ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അപ്പം ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എന്തുണ്ടോ അതെല്ലാം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അത് നമ്മളുടെ സ്വന്തം അച്ചീവ്മെന്റ് അല്ല അല്ലെ. അള്ളാഹ് നമുക്ക് തന്ന ഗിഫ്റ്റുകളാണ്. നമുക്ക് ഭൂമിയിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്തും സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത് അല്ലെ. അപ്പം അള്ളാഹ് പറയാണ് അല്ലെ, ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിനക്കുള്ളതാണ്, ഇത് നീ ഇന്ന രീതിയിൽ ഉപയോഗിക്കണം അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ ഇത് ഹലാലായിട്ട് നീ ഉപയോഗിക്കണം, ഹറാമിന് ഉപയോഗിക്കരുത്. അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചെറിയൊരു അവകാശം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അധികാരം ഉണ്ട് അവിടെ പറയാൻ വേണ്ടിട്ട് അല്ലെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് നമുക്കുള്ളതെല്ലാം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം എന്ന് അള്ളാഹ് പറയാണ്. അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം? അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ, നമ്മുടെ ഇച്ഛ പോലെയല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും വരാം, നമ്മളെ സ്വന്തം ഉമ്മയോ പാപ്പയോ സഹോദരങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാത്രം അതിങ്ങനെ വെറുതെ അടുക്കളയുടെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് വെക്കുക. ഓക്കെ, അപ്പം നമ്മളെ വീട്ടിൽ വന്നത് ആരാണോ അവര് വന്ന് പറയാ, നീ എന്താ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, ഇത് നീ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് അല്ലെ, ഇതിനെ അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ. അപ്പൊ നമ്മൾ മനസ്സിൽ ചിലപ്പോൾ പുറത്ത് പറയും, ചിലപ്പോൾ പുറത്ത് പറയില്ല. നിങ്ങൾക്ക് എന്താ, അത് എന്റെ അല്ലേ, നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ, ഇത് എന്റെ ഇഷ്ടമല്ലേ. നമ്മൾ ചിലപ്പോൾ പറയൂലായിരിക്കും, പക്ഷെ നമ്മളെ മനസ്സിലുണ്ടാവും ഇത് എന്റെ സാധനമല്ലേ, എന്റെ ഇഷ്ടമല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഉപയോഗിക്കുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷെ അവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മളെ മനസ്സിലുണ്ടാവും ഇത് എന്റെ പാത്രമല്ലേ അല്ലെ, ഇത് എന്റെ വീടല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇതൊന്നും നമ്മളുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയതല്ല, അള്ളാഹു തന്നതാണ്, അള്ളാഹുന്റെ റിസ്ഖിൽ പെട്ടതാണ് അല്ലെ. മിമ്മാ റസഖനാകും, എല്ലാം നമുക്കുള്ളതെല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ വീട്ടിലുള്ള ഒരു മുട്ടുസൂചി മുതൽ, പല്ലിൽ കുത്തുന്ന സാധനം മുതൽ, പാത്രങ്ങൾ മുതൽ, കട്ടിൽ മുതൽ, എല്ലാ സാധനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നതാണെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആൻസറബിൾ ആണ് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ഓരോ കാര്യത്തിലും. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം, എത്രത്തോളം ചിന്തിച്ചായിരിക്കണം ഓരോ സ്റ്റെപ്പുകളും എടുക്കുന്നത്. എന്നാൽ ശരിക്കും അങ്ങേയറ്റം അശ്രദ്ധമായിട്ട് ജീവിക്കുന്ന കൗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അല്ലെ. എന്താ ചെയ്യുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്നത് ശരിക്കും നമ്മൾ പറയുന്ന ഈ അയ്യുഹല്ലദീന ആമനൂൽ പെട്ട ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അത്രക്ക് അശ്രദ്ധമായിട്ടാണ് നമുക്കറിയാം അല്ലെ, നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മളുടെ മുസ്ലിം കൗം എന്ന് പറയുന്നത് അത്ര അശ്രദ്ധമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോ കുഞ്ഞു കാര്യങ്ങളും നമുക്ക് അള്ളാഹ് എന്തിനാ തന്നെ, നമ്മൾ അത് വേസ്റ്റ് ആക്കുന്നുണ്ടോ, നമ്മൾ അതിനെ അല്ലെ ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ കളക്ട് ചെയ്ത് കൂട്ടി വെക്കുന്നുണ്ടോ. അപ്പൊ നമ്മുടെയൊക്കെ മിക്ക വീടുകളിലും സുബ്ഹാനല്ലാഹ് ഒന്നിൽ കൂടുതൽ മിക്സി അല്ലെ, ഒന്നിൽ കൂടുതൽ ആ പാത്രം, ഒന്നിൽ കൂടുതൽ ഈ പാത്രം. സുബ്ഹാനല്ലാഹ്. ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. എന്നാലും ചില സാധനങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ, അത് എപ്പോഴെങ്കിലും യൂസ് വന്നാ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. സുബ്ഹാനല്ലാഹ്. മിനിമലിസ്റ്റിക് ലൈഫ് അല്ലെ, വളരെ മിനിമം ആയിട്ട് സാധനങ്ങൾ നമ്മൾ ആരും ഇന്നും എത്തിയിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റുമാണത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ഒരുപാട് സാധനങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അത്രയും കുറച്ച് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അള്ളാഹ് നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വേസ്റ്റ് ആക്കുകയാണോ? വോയിസ് ലോ എന്ന് പറയുന്നു. ലോ ആണോ? അല്ലല്ല, ഓക്കെ. അപ്പൊ ലോ എന്ന് പറയുന്നവർ ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻറ്റർ ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്പീക്കർ ഓൺ ആയിരിക്കൂല, ഫോണിലായിരിക്കും കേൾക്കുന്നത്. അപ്പൊ സ്പീക്കർ ഓപ്ഷൻ ഉണ്ടാവും ഫോണിന്റെ മുകളിലെ റൈറ്റ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്ലസ് നിങ്ങളുടെ വോയിസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്.
അപ്പൊ നമ്മൾ അത് ഹോൾഡ് ചെയ്ത്, അതായത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടോ, നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ അല്ലെ, നമ്മൾ അൽഹംദുലില്ലയൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മളുടെ അധ്വാനം കൊണ്ട് ഉണ്ടായതാണ്, ഞാൻ ഇത്രയും കാലം അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇത്രയും കാലം അധ്വാനിച്ചത് കൊണ്ടാണ്, അത് വേറൊരാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു, പക്ഷെ നമ്മൾ പുറത്ത് വാക്കുകൾ കൊണ്ട് പറയാത്ത ഒരു ബോസ്റ്റിംഗ്, ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ അത് കാരണം വരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് എല്ലാ റിസ്ക്കും തന്നിട്ടുള്ളത്? അള്ളാന്റെ മാർഗത്തില് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്ക്. എങ്ങനെയാ ചെലവഴിക്കേണ്ടത്? ഇൻ ദ വേ ഓഫ് അള്ളാഹ്, ഫീ സബീലിൽ, അല്ലെ, അള്ളാഹിന്റെ മാർഗത്തില് അള്ളാഹ്ക്ക് അനുസരണ കാണിച്ചുകൊണ്ട്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള പോലെ, അള്ളാഹ് അംഗീകരിച്ച രീതികളിൽ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു 20,000 രൂപയുണ്ട്, അത് ഞാൻ ചെലവഴിക്കാം, അത് ചെലവഴിക്കാനാണല്ലോ പറഞ്ഞത് അല്ലെ. അപ്പൊ ഞാൻ 5,000 രൂപക്ക് ഒരു ബാഗും വാങ്ങി, അല്ലെ, 8,000 രൂപക്ക് ഒരു ഷൂവും വാങ്ങി, അങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി. ഇതിന്റെ അർത്ഥം നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങണ്ട എന്നല്ല കേട്ടോ, നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന റഹ്മത്ത് അത് നമുക്ക് കാണിക്കുകയും വേണം. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ് എന്ന് വെച്ച് എല്ലാം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല. ഓക്കെ, എല്ലാം നമുക്ക് വേണ്ടി ചെലവഴിക്കലല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ചെലവഴിക്കുക. അത് നമുക്ക് വേണ്ടി വെച്ചില്ലേ, അതും കളക്ട് ചെയ്ത് ഇതും കളക്ട് ചെയ്ത് അതിങ്ങനെ അട്ടിക്ക് വെച്ചില്ലേ, എൻ്റെ അടുത്ത് ഇത്രയുണ്ടെന്ന് മനസ്സിലോ ഭയങ്കര സമാധാനം, ഇത്രയുണ്ടോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ, ഈ കുട്ടിക്ക് അത്ര ഞാൻ കൊടുക്കും, ആ കുട്ടിക്ക് ഇത്ര കൊടുക്കും, കുട്ടിക്ക് കൊടുക്കണ്ടെന്നും അല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഈ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാവരുത് നമ്മളുടെ സമ്പത്ത്. നമ്മുടെ പരലോകത്തേക്ക് എന്തെങ്കിലും അത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. അപ്പം പരലോകത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് ചെലവഴിക്കാനാണ് റബ്ബ് പറയുന്നത്. മിൻ ഖബൽ, എന്തിന്റെ ഒന്നിനു മുമ്പ്, അല്ലെ എന്തിനു മുമ്പാണ്, അയ്യത്തിയവും, ആ ഒരു ദിവസം, ആ ഒരു മഹത്തായ ദിവസം വരുന്നതിന് മുമ്പ്. ഇവിടെ യൗം എന്ന് പറയുമ്പോൾ യൗമുൻ എന്ന് നിങ്ങൾക്ക് കാണാം അല്ലെ, തൻവീൻ ഉണ്ട്, ഡബിൾ ദമ്മ ഉണ്ട്. തൻവീന് വരുന്ന വാക്കുകൾക്ക് നക്കിറ എന്ന് പറയും. അറബിയിലെ 2 ടൈപ്പ്, അതായത് ഇസ്മുകൾ പലപ്പോഴും 2 രീതിയിലാണ് വരിക. ഒന്നെങ്കിൽ മഅരിഫ അല്ലെങ്കിൽ നക്കിറ. മഅരിഫ ആയിട്ട് വരുന്ന വാക്കുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു അൽ ഉണ്ടാവും. അൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഡബിൾ തൻവീൻ ഉണ്ടാവില്ല, അതായത് തൻവീൻ ഉണ്ടാവില്ല, അതായത് ഡബിൾ ഫത്ഹ, ഡബിൾ ദമ്മ, ഡബിൾ കെസ്ര ഉണ്ടാവില്ല. ഓക്കെ, അൽ ആണെങ്കിൽ ഇപ്പം അൽ യൗമ എന്നേ വരുള്ളൂ, അല്ലെങ്കിൽ അൽ യൗമു എന്നേ വരുള്ളൂ. ഇതല്ലാത്ത മറ്റു ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പാണ് നക്കിറ എന്ന് പറയുന്നത്. ഓക്കെ, മഅരിഫയും നക്കിറയും. മഅരിഫയില് അൽ വരും, അവസാനം തൻവീൻ ഉണ്ടാവില്ല, സിംഗിൾ ദമ്മ, സിംഗിൾ ഫത്ഹ, സിംഗിൾ കെസ്രയാണ് വരിക. രണ്ടാമത്തെ ടൈപ്പ് നക്കിറ, അതിന് അൽ ഉണ്ടാവില്ല, പക്ഷെ ഡബിൾ ദമ്മ, ഡബിൾ ഫത്ഹ, ഡബിൾ കെസ്ര. ഓക്കെ, തൻവീൻ വരും. അപ്പൊ ഇവിടെ യൗമിന് യൗമുൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് നക്കിറയായിട്ടുള്ള വാക്കാണ്. നക്കിറയായിട്ട് ഒരു വാക്കിനെ ഉപയോഗിക്കുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഓക്കെ, അതിൽ പല ഇൻഡിക്കേഷൻസ് ഉണ്ടാവാം, പല റീസൺസ് ഉണ്ടാവും. അപ്പം ഇവിടെ യൗമുൻ എന്ന് നക്കിറയായിട്ട് ഉപയോഗിച്ചതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ആ ഒരു യൗം എന്ന് പറഞ്ഞ ദിവസമാണല്ലോ, അതിന്റെ എനോമിറ്റി, അതിന്റെ ഭയാനകത, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക, ഗ്രേറ്റ്നെസ്, ഓക്കെ, മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നക്കിറ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഒരു റീസൺ. ഓക്കെ, അപ്പം ആ ഒരു ദിവസം, സുബ്ഹാനല്ലാഹ്, ആ ഒരു മഹത്തായ ദിവസം വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ചെലവഴിക്കുകയും. സുബ്ഹാനല്ലാഹ്, അല്ലെ, വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുന്ന പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്ത് ഡേ ആണത്, എന്തൊരു ദിവസമാണത്, വളരെ ഗ്രേറ്റ് ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കില്ലേ നക്കിറ ആയതുകൊണ്ട്. പക്ഷെ ഏത് രീതിയിലാണ് അത് ഗ്രേറ്റ് ആകുന്നത്, ഏത് രീതിയിലാണ് അത് ഭയാനകമാണ്, അള്ളാഹു അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. ആ ഒരു ദിവസത്തില് ലാ ബൈഉൻ ഫീ, അവിടെ എക്സ്ചേഞ്ചുകൾ ഒന്നുമില്ല, അതായത് കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ ഇല്ലാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം ഒന്നും നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റില്ല. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച, അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സ്വത്തും പണവും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ, ആ ഒരു പണം ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അല്ലെ, സാധാരണ പണം തന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങാനാണ്, അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണം അവിടെ വെക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പണവും യൂസ് ചെയ്യാൻ പറ്റൂല അന്നത്തെ ദിവസം. ബൈഅ ഇല്ലാത്ത ദിവസമാണ്. വലാ ഖുല്ലത്തുൻ, ഒരു ചങ്ങാത്തവും ഇല്ലാത്ത ദിവസമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പും അന്നത്തെ ദിവസം ഉണ്ടാവില്ല. വലാ ഷഫാഅത്തുൻ, ഒരു ഇന്റർസെഷൻ, എന്താണ്, ശുപാർശയും ഇല്ലാത്ത ദിവസമാണ്. ഓക്കെ,
ശുപാർശകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാൽ അല്ലാതെ ശുപാർശ നടക്കാത്ത ദിവസമാണ്. അപ്പം അത് ഏതൊരു ദിവസമാണ് അത്? നമ്മുടെ മരണം, അല്ലെങ്കിൽ യൗമുൽ ഖിയാമ. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ സമ്പാദിച്ച ഒരു കാര്യവും അവന് മലക്കുൽ മൗത്ത് വരുമ്പോ ദാ ഞാൻ ഇത്രയും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഇത് മുഴുവനും നീ എടുത്തോ, എന്നെ വെറുതെ വിട അല്ലെ, അങ്ങനെ ബ്രൈബ് ചെയ്യാൻ അല്ലെ, കൈക്കൂലി കൊടുക്കാൻ, മലക്കുൽ മൗത്തിന് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയോ? ആർക്കും പറ്റൂല അല്ലെ. നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും, നമ്മുടെ പേരിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭൂമിന്റെ അടിയിൽ കുഴിച്ചിടും. സുബ്ഹാനല്ലാഹ്. വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായേക്കാം അല്ലെ, എന്നാലും നമ്മൾ മണ്ണിന്റെ അടിയിൽ പോണം, നമ്മളെ കുഴിച്ചിടുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ദിവസം, മലക്കുൽ മൗത്ത് വരുന്ന ദിവസം, ഈ പറഞ്ഞ എല്ലാ പൈസകളും എന്ത് നമ്മൾ കളക്ട് ചെയ്ത എന്തും വേസ്റ്റ് ആയിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പും, സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് ആരൊക്കെ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, നമ്മുടെ സഹായത്തിന് ആരൊക്കെ എപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും, മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് നമുക്ക് വേണ്ടി എത്ര യാചിച്ചു കഴിഞ്ഞാലും, എത്ര നമുക്ക് വേണ്ടി ശുപാർശ നടത്തി കഴിഞ്ഞാലും വിടുവോ? ഇല്ല. കാരണം അള്ളാഹ് മലക്കുൽ മൗത്തിന്റെ അടുത്ത് നമ്മുടെ റൂഹ പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ അനുസരിക്കും. വയഫ്അലൂന മാ യുഅ്മറൂൻ അല്ലേ, അവരെന്താണ്? അവരോട് കൽപ്പിക്കപ്പെട്ടത് അനുസരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് മലായിക്കത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ മരണം എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ് ചെലവഴിക്കുക. മാത്രമല്ല, ഈ ഈ ആ ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ യൗമുൽ ഖിയാമ കൂടി അല്ലെ. കാരണം യൗമുൽ ഖിയാമന്റെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിയിൽ കളക്ട് ചെയ്ത് വെച്ച എന്തെങ്കിലും, നമ്മൾ ഒന്നിനും കൊടുക്കാതെ മാറ്റി വെച്ച, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ പിശുക്കി മാറ്റി വെച്ച എന്തെങ്കിലും യൗമുൽ ഖിയാമയിൽ നമ്മളെ സഹായിക്കും? ഒന്നും അന്നത്തേക്ക് ഉണ്ടാവില്ല അല്ലെ. എല്ലാം തീർന്നിട്ടുണ്ടാവും. സത്യം പറയണെങ്കിൽ ഭൂമി പോലും അന്നേക്ക് ബാക്കിയിട്ടുണ്ടാവില്ല അല്ലെ. ഭൂമി ഒരു ഫ്ലാറ്റൻ, ഒരു ബ്രെഡ് പോലെ ആയി തീർന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. എല്ലാ നമ്മൾ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും, എല്ലാ ബിൽഡിങ്സും, എല്ലാ മരങ്ങളും, എല്ലാ മനുഷ്യരും, ആളുകളെ ഓരോരുത്തരായിട്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അല്ലെ, ഓരോരുത്തരായിട്ട് അഭിമാനത്തോടു കൂടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമി ക്രഷ് ചെയ്യപ്പെടാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഭൂമി ക്രഷ് ചെയ്യപ്പെടുമ്പോ ഭൂമിയിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതൊക്കെ ഭൂമിയിലാണ് അല്ലെ. അവിടെ ആ സ്ഥലമുണ്ട്, ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ട് അല്ലെ, ആ അക്കൗണ്ടിൽ ഇത്ര പൈസയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ ഭൂമിയിലാണ് ഉള്ളത്. അപ്പൊ ഭൂമി ക്രഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്തെങ്കിലും ഉണ്ടാവോ? ആ എന്തെങ്കിലും സാധനം നമ്മളപ്പൊ ഹെൽപ്പ് ചെയ്യോ? നമ്മളിപ്പോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അല്ലെ, ഒന്നെങ്കിൽ ഇത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തത് നമ്മളുടെ ആവശ്യങ്ങൾ അങ്ങനെ എന്താണോ, വീടാണോ കൊട്ടാരാണോ എന്താണോ, അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മള് ഇപ്പൊ പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ അവർ സമ്പാദിക്കാനും അത് ബിൽഡ് ചെയ്യാനും സമയം ചെലവഴിക്കും. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ ഒരുപക്ഷെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കും അല്ലെ. നമ്മുടെയൊക്കെ കൊട്ടാര സദൃശമായ വീടുകൾ, അതിന്റെ ഓരോ മുക്കും മൂലയും മോടി പിടിപ്പിക്കാനും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതിനെ വീണ്ടും 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 ഡെയിലി തുടയ്ക്കാനും മിനുക്കാനും, എന്നാൽ നമ്മളുടെ ഉള്ളിൽ പൊടി പിടിക്കുന്ന ഹൃദയങ്ങൾ തുടക്കാനും മിനുക്കാനും ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അല്ലെ. അതിനെ നമ്മൾ പലപ്പോഴും അവഗണിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മെജോറിറ്റി പാർട്ടും ഇതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നാ ഈ പറഞ്ഞ എന്തെങ്കിലും നമുക്ക് അവിടെ ഭൂമി ക്രഷ് ചെയ്യപ്പെട്ടാൽ ഈ പറഞ്ഞ എന്തെങ്കിലും അവിടെ ബാക്കി ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യൂല അല്ലെ. നമ്മൾ എന്താണ് ആ ഒരു ദിവസത്തേക്ക് പ്രിപ്പറേഷൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്? എന്താണ് നമ്മുടെ ആഹ്റ അക്കൗണ്ടിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത നമ്മുടെ ആഹ്റ അക്കൗണ്ടിന്റെ ബാലൻസ് എന്താണ്? നമുക്ക് നമ്മുടെയൊക്കെ ഭൂമിയിലെ അക്കൗണ്ടിന്റെ ബാലൻസ്, അല്ലെങ്കിൽ ഭൂമിയിലെ സ്വത്ത്, അല്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ പറയാം സ്വത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലെ, നമ്മൾ ഈ പറഞ്ഞ പോലെ വീട് സംരക്ഷിച്ചതെങ്കിലും നമ്മൾ നമ്മുടെ ഭൂമിയിലുള്ള അക്കൗണ്ടിൽ ഉണ്ടാവും. അതിന് പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി, അതിന് പേരിൽ നമുക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ്സ്, ക്രെഡിറ്റ്സ് ഒക്കെ നമുക്ക് ഭൂമിയിലെ അക്കൗണ്ടിൽ ഉണ്ടാവും. പക്ഷെ ആഹ്റ അക്കൗണ്ടിൽ എന്താണ് ഉള്ളത്? എന്താണ് നമ്മൾ അവിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്? പൊതുവെ ആളുകൾ സുബ്ഹാനല്ലാഹ് പ്രായം അല്ലെ, വാർദ്ധക്യത്തിനെ കുറിച്ച് ഭയമുള്ള ആൾക്കാരാണ് എല്ലാവരും. വാർദ്ധക്യത്തിൽ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ആ പൈസ പ്രായമായാലും ഉപയോഗിക്കാം, മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, എന്തെങ്കിലും രോഗം വന്നാൽ അത് ഉപയോഗിക്കാം. അതുകൊണ്ട് ആ ഒരു ചിന്ത കൊണ്ട് സേവിങ്സും അല്ലെ, പ്രത്യേകിച്ച് ഒരുപാട് ഇന്ന് പല സ്കീമുകളായിട്ട് ആൾക്കാർ നമ്മുടെ പിന്നാലെ വരും അല്ലെ. ഓൾഡ് ഏജ് സ്കീംസ് ആയിട്ടും
ഇൻഷുറൻസ് ആയിട്ടും ഫണ്ടായിട്ടും പല രീതിയിൽ സ്റ്റോക്സ് ആയിട്ടും ഒക്കെ നമ്മളെ പിന്നാലെ ഒരുപാട് പരസ്യങ്ങളായിട്ട് നമ്മളെ പിന്നാലെ വരാറുണ്ട് അല്ലെ. റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അപ്പം വാർദ്ധക്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് അപ്പോഴൊന്നും ഇപ്പൊ വർക്ക് ചെയ്യുന്ന പോലെ എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ സമ്പാദിക്കുന്നത് പോലെ എപ്പോഴും സമ്പാദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സേവ് ചെയ്ത് വെച്ചോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട് അല്ലെ. നമ്മൾ ഭയങ്കര വൈസായിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതാക്കുകയൊക്കെ ചെയ്യും. എന്നാൽ യൗമുൽ ഖിയാമയിലോ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അവിടുന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഇവിടെ നമുക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെ, നമ്മൾ എന്ത് ഈവൻ ഒരു കടം വന്നാൽ പോലും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകാം, അവരെ റിലൈ ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ സഹായം തേടാം അല്ലെ. കുറച്ച് കുറച്ച് പൈസ പലരും തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അത് സഹായമാവും. നമ്മളെ കടങ്ങൾ ചിലപ്പോൾ നമുക്ക് വീടാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ വീട് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയി താമസിക്കാൻ ചിലപ്പോൾ ഒരു വീട് ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ജോലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ എങ്ങനെയെങ്കിലും സമ്പാദിച്ചിട്ട് നമുക്ക് അത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഭൂമിയിൽ നിന്നും സഹായം കിട്ടും അല്ലെ. പക്ഷെ യൗമുൽ ഖിയാമയിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കൊടുക്കാനും വാങ്ങാനും? ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്സ് അന്ന് നമ്മളെ സഹായിക്കുമോ? ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയോ നമുക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുകയോ ചെയ്യാൻ അന്ന് പറ്റുമോ? എല്ലാവരും അവനവന്റെ തിരക്കിൽ അവനവന്റെ ഓട്ടത്തിലായിരിക്കും. അപ്പം ആ ഒരു ദിവസത്തേക്ക് നമ്മളടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്? അമല് കൊണ്ടല്ലേ. മെയിനായിട്ട് അമല് കൊണ്ട്. രണ്ടാമതായിട്ട് സ്പെൻഡിങ്, നമ്മൾ ചെലവഴിക്കുക. ഇവിടെ തന്നത് മുഴുവനും ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സാധനങ്ങൾ നമുക്കുണ്ടോ ആ രീതിയിലൊക്കെ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അത് അവിടെ ഹെൽപ്പ് ആവും. നമ്മൾ പലപ്പോഴും ഈ സീസണൽ സെയിലുകൾ വരാറുണ്ട് അല്ലെ. ഓണം ഓഫർ, വിഷു ഓഫർ, അതുപോലെ സെയിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വാങ്ങാനുള്ളത് ആ സെയിലിന്റെ സമയത്തേക്ക് കരുതി വെക്കും. അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ വാങ്ങും അല്ലെ. ഒരു സാധാരണ നമ്മൾ ഒരു 1/2 കിലോ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങുന്ന സ്ഥലത്ത് അവിടെ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ 2 കിലോ അവിടെ വാങ്ങിക്കൊണ്ട് വെക്കും അല്ലെ. പൈസ കുറഞ്ഞിട്ട് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം, നമുക്ക് അത്യാവശ്യത്തിന് അല്ലെ അടുത്ത ആഴ്ചയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അരി, ആട്ട, പഞ്ചസാര പോലത്തെ സാധനങ്ങളാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ 5-6 കിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഓഫർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങി വെക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് പൈസ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പല സാധനങ്ങളും, ചിലപ്പോൾ ഡ്രസ്സ് ഓൺലൈനിലൊക്കെ ഓഫർ വരുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രസ്സും നമ്മൾ ഒരു 4-5 ഒക്കെ എക്സ്ട്രാ വാങ്ങി വെക്കും. എന്താ പിന്നീട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പലർക്കും ഇതുപോലെ എക്സ്ട്രാ വാങ്ങി കളക്ട് ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇത് വാങ്ങി വെക്കാം, അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാം എന്ന് പറയുന്ന അല്ലെ. അപ്പം അങ്ങനെ ഒരു ആവശ്യം വരുമ്പം അല്ലെങ്കിൽ പൈസ കൂടുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ ഓടണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെ അടുത്തെങ്കിലും വാങ്ങിയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യത്തിനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്കിപ്പോ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. നമ്മൾ ഈ സെയിൽസ് ഉപയോഗിച്ച് പരലോകത്തേക്ക് എന്താണ് എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത്? എന്താണ് 1 കിലോ കിട്ടേണ്ടടുത്ത് 5 കിലോ 6 കിലോ നമ്മൾ വാങ്ങി വെക്കാറ്? സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും വേഗം വാങ്ങട്ടെ, സെയിൽസ് തീർന്നോ. നമ്മൾ പലപ്പോഴും പലരുടെ അടുത്ത് പറയാറുണ്ട് അല്ലെ, ലുലുവില് ഇന്ന ഡേറ്റ് വരെ സെയിൽ ഉണ്ട്, നിക്ഷാനില് ആ ഡേറ്റ് വരെ ഇന്ന കാര്യത്തിന് ഓഫർ ഉണ്ട്, നമ്മൾ പറയാറില്ലേ. എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറില്ലേ, അവർക്കും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. എന്നാൽ ഇവിടെ ഭൂമിയിൽ നമ്മളുടെ അവസാന ശ്വാസം വരെ ഈ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തിന്? ആഖിറ അക്കൗണ്ടിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ആരും ഓടി നടന്ന ആ സെയിൽസിൽ ലാഭം ഉണ്ടാക്കാറുണ്ട്, സാധനങ്ങൾ വാങ്ങി കൂട്ടാറുണ്ട്. 1 കിലോ വാങ്ങേണ്ടടുത്ത് 10 കിലോ വാങ്ങി വെക്കാറുണ്ട്. അപ്പോ നമുക്ക് ഇഷ്ടം പോലെ സമയം തന്നിട്ടുണ്ടെന്നുള്ള ഒരു വിചാരമാണ് അല്ലെ, ഞാൻ ഉൾപ്പെടെ. സുബ്ഹാനല്ലാഹ്. ആ മരിച്ചു കഴിഞ്ഞ് നമ്മളെ കബറിൽ വെക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ ഹെൽപ്പിന് ഉണ്ടാവുക? നമ്മൾ ഈ സമയം കളയുന്ന ഫോണാണോ? അല്ലെങ്കിൽ നമ്മൾ ഈ അലമാരിയിൽ അടുക്കി 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 വെക്കുന്ന വസ്ത്രങ്ങളാണോ? നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഷൂകളാണോ? നമ്മൾ ആ ഷോക്കേസിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണോ? അതൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലെ. ഈ പറഞ്ഞ എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും. നമ്മൾ മാത്രം പോവും. നമ്മളെ കൂടെ എന്ത് വരും? അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചത്, സ്വതക്കയായിട്ട് നമ്മൾ ചെലവഴിച്ചത്, ആവശ്യക്കാരന് നമ്മൾ കൊടുത്തത്, സഹായം ആവശ്യമുള്ളവർക്ക് കൊടുത്തത്, സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മളെ കൂടെ അവിടെ വരാം. അതായത് ഇവിടെ നമ്മൾ കൊടുത്തതാണ് അവിടെ നമ്മളെ കൂടെ വരാം അല്ലെ. അല്ലാതെ നമ്മൾ ഇവിടെ നേടിയത് അല്ലെങ്കിൽ നമുക്കായിട്ട് നമ്മൾ വാങ്ങി വെച്ചതൊക്കെയും അന്ന് യൂസ്ലെസ് ആണ്. ഒന്നും ഒരു ഉപകാരം നമുക്ക് പെടൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ വീട്ടിൽ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അന്ന് യൂസ്ലെസ് ആണ്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് നമ്മളെ ജീവിതത്തിന് വേണ്ടി, നമ്മളെ ചുറ്റുപാടിന് വേണ്ടി എത്രത്തോളം കളക്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. എത്രത്തോളം നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. നമ്മൾ ചിലപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ലോറിയോ എന്തെങ്കിലും സാധനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അപ്പം അതിനകത്തേക്ക് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ട് പോവുക ചെയ്യല്ലേ. അപ്പം എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനുണ്ടോ അതൊക്കെ കൊണ്ടുപോയിക്കോ അല്ലെ. നമ്മളെ മക്കളൊക്കെ വീടെടുത്ത് മാറുമ്പം അവർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടോ കൊണ്ടുപോകാനുണ്ടോ അതൊക്കെ ആ പോകുന്ന വണ്ടിയിൽ കൊടുക്കും അല്ലെ. അപ്പം അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ. അപ്പൊ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. പറ്റുമെങ്കിൽ അതിനകത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകും അല്ലെ. എന്നാൽ കേടാവുന്നതാണെങ്കിൽ അത് കൊണ്ടുപോകാതിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ എന്നേക്കും ഒരു നാട്ടിലേക്ക് വരുന്നവർ, അല്ലെങ്കിൽ ഗൾഫ് പോകണ്ട, നമ്മൾ ഇതുപോലത്തെ സിറ്റീസിൽ ഇപ്പം അൽഹംദുലില്ലാഹ് ഞാൻ ചെന്നൈയിൽ നിന്ന് പലതവണ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കുക? അപ്പം അവിടെയൊക്കെ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അവർ വന്ന് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. അവർ ആ പാക്ക് ചെയ്യുന്ന ദിവസം സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മൾ മഫ്തയ്ക്ക് കുത്തുന്ന ഒരു മൊട്ട് സൂചി ഉണ്ടല്ലോ, അതുപോലും നമ്മൾ അതിനകത്ത് പാക്ക് ചെയ്യും. അത് നഷ്ടപ്പെടുത്തണ്ട, കാരണം ഇവിടെ വന്നിട്ട് പിന്നെ അത് വാങ്ങണ്ടല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്. അവർ പാക്ക് ചെയ്ത് ഇവിടെ മറ്റു സെക്കൻഡ് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മാറുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ടാവും. എല്ലാം നമ്മൾ ആദ്യത്തെ വീട്ടിൽ എന്തുപയോഗിച്ചോ അതൊക്കെ ഉണ്ടാവും. നമ്മളൊന്നും നഷ്ടപ്പെടുത്താതെ ഇങ്ങോട്ട് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ നമുക്ക് തന്നെ നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് വേസ്റ്റ് സാധനങ്ങളല്ലേ, ആ വേസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് അത് അവിടെ കളയാൻ തോന്നില്ല. നമ്മൾ മറ്റേ വീട്ടിലേക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ആലോചിക്കാന്ന് വെച്ചിട്ട് അതൊക്കെയും കളക്ട് ചെയ്യും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡിന്റെ സമയത്ത് ഇതുപോലെ ഒരു ഷിഫ്റ്റിംഗ് നടത്തിയപ്പം അന്ന് ഈ പാക്കേഴ്സ് മൂവേഴ്സ് ഒന്നും ആക്റ്റീവ് അല്ലാത്ത സമയം നമുക്ക് നമ്മളെ വണ്ടിയിൽ എന്ത് കൊണ്ടുവരാൻ പറ്റുമോ അതേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അന്ന് വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി പലതും അവിടെ ഇട്ടേച്ച് പോരേണ്ടി വന്നിട്ടുണ്ട്, നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര സങ്കടമായിരുന്നു. അല്ല, ഇത്രയും സാധനം അവിടെ ഇട്ടേച്ച് പോരേണ്ടി വന്നല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ കളക്ട് ചെയ്യും അല്ലെ. ഒന്നും ഒഴിവാക്കാതെ ഏതൊരു കബോർഡ് തുറന്നോ അതിന്റെ ഉള്ളിൽ ചിലപ്പം വെച്ച ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാവും. എന്തെങ്കിലും കവറിലിട്ട് കെട്ടിയിട്ട് സാധനങ്ങൾ ബാക്കിയുള്ളത് വെക്കാൻ ആ റബ്ബർ ബാൻഡ് വരെ നമ്മൾ എടുക്കും. ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടില്ലേ, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഒരു ഫ്ലൈറ്റ് ജേർണി ആണെന്ന് വിചാരിക്കട്ടെ, ഇതുപോലെ മിഡിൽ ഈസ്റ്റ് നിന്ന് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവർക്ക് അവർക്ക് വെയിറ്റിന് ഒരു അലവൻസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ കാർഗോ ആയിട്ടും അല്ലാതെയും ഒക്കെ ഒരു അലവൻസ് ഉണ്ടാവും. ആ വെയിറ്റിന് അത്രയും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത് കൊണ്ടുവരാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുമ്പോൾ ഒരു 23 കിലോ അല്ലെങ്കിൽ 30 കിലോ ആണ് നമ്മുടെ അലവൻസ് എന്ന് വെക്കുക, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഫ്ലൈറ്റിന് പോകുമ്പോൾ. അപ്പം നമ്മൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ആ വെയിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് പറ്റുമെങ്കിൽ 30-ന് ഒരു 30, 31, അതായത് എയർലൈൻസ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു 31എങ്കിലും ആക്കിയിട്ട് കുഴപ്പമില്ല അതും കൂടെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരില്ലേ. ആരെങ്കിലും ഈ 30 അലവൻസ് ഉള്ളതിൽ 25 കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്ത് ഫൂളിഷ്നെസ് ആണല്ലേ, അത് ആ ഒരു 5 കിലോ കൂടെ അങ്ങോട്ട് എടുത്തൂടെ എന്ന് നമ്മൾ വിചാരിക്കും. എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം എടുപ്പിക്കല്ലേ. എന്നാ പരലോകത്തോ നമുക്ക് ഇതിനേക്കാളും ആവശ്യം വരുന്ന ഒരു വീടാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ നമ്മൾ പോണ വേറൊരു നാടെന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു പക്ഷേ അവിടെ കാല് കുത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടേക്കും, ഒരു ഉറപ്പില്ല. അങ്ങനെ എത്ര ആളുകളിലെ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിട്ട് മരിച്ചതും വരുന്ന വഴിക്ക് മരിച്ചതും വന്ന ഉടനെ മരിച്ചതും ഒക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ പരലോകത്തോ ഉറപ്പാണ് ശാശ്വതമായിട്ട് നമ്മൾ ജീവിക്കണം അല്ലെ. അവിടെ അവിടെയുള്ള ആവശ്യമൊന്നും ഇവിടുത്തെ ഒരു വീട്ടിലും നമുക്കില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ, നിങ്ങളുടെ ഈമാനിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈമാൻ ഉള്ളവരായതുകൊണ്ട് അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാനെങ്ങനെയാ ചെലവഴിക്കുക അല്ലെ നമ്മള്. കാരണം ചെലവഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേഗം വരെ പൈസയാണ്. കുറെ ക്യാഷ്, കുറെ ബാങ്ക് അക്കൗണ്ട്, അത് ഇതൊന്നും എന്റെ കയ്യിൽ ഇല്ലല്ലോ, ഞാൻ എങ്ങനെ, എന്റെ കയ്യിൽ ഒരു ചെക്ക് ബുക്ക് പോലും ഇല്ല, ഒരു പാസ്ബുക്ക് പോലും ഇല്ല, പിന്നെ ഞാൻ എന്ത് ചെലവഴിക്കാനാ എന്നുള്ള ഒരു ചോദ്യം, പൊതുവെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വരുന്ന ഒരു ചോദ്യം. അതിനും അള്ളാഹു ഉത്തരം തന്നിട്ടുണ്ട്, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. കാരണം എല്ലാ വ്യക്തിക്കും എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ വേറെ ഒന്ന്. അപ്പം അതെന്താണോ, അത് പൈസ തന്നെ ആയിക്കോളുന്നില്ല, എന്താണോ അത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഹാരം ഉണ്ടാക്കുക. ജാമിഅ തിർമിദിയിൽ റിപ്പോർട്ട് വന്ന ഹസനായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ഹദീസിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ
ഒരിക്കൽ ഒരു മൃഗത്തിന് അറുക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മൃഗത്തിന് ഒരു മൃഗത്തിന് അറുക്കാന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അഷറയുടെ നാച്ചുറൽ സ്വഭാവം പോലെ മൂപ്പര് അതില് കുറെ സ്വതക്കയായിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ചോദിച്ചു, മാ ബഖിയ മിൻഹ, അതിനകത്ത് എന്താണ് ബാക്കിയുള്ളത്? അപ്പം അഷറല്ലാഹി പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ല കുതിഫുഹ, അതിനകത്ത് ഷോൾഡർ, ഓക്കെ, ആ ഒരു മൃഗത്തിന്റെ ഷോൾഡർ അല്ലാതെ വേറൊന്നും ബാക്കിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിയ കുല്ലഹ ഗൈറ കതിഫിഹ. ആക്ച്വലി അത് നേരെ തിരിച്ചാണ്, അതിന്റെ എല്ലാം ബാക്കിയുണ്ട്, ഈ ഷോൾഡർ ഒഴികെ. കാരണം അഷറഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് മാറ്റി വെച്ചതാണ് ഷോൾഡർ, ബാക്കി എല്ലാം കൊടുത്തു. അപ്പം എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതാ ഈ ഷോൾഡർ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അങ്ങനെയല്ല, സത്യം പറയണേ ബാക്കിയെല്ലാം, അതായത് കൊടുത്തതെല്ലാം ബാക്കിയുണ്ട്, ഈ ഷോൾഡർ ഒഴികെ. കാരണം നമ്മളെ കയ്യിലുള്ളത് സുബ്ഹാനല്ലാഹ് അത് നഷ്ടപ്പെട്ടതാണ് അല്ലെ, പക്ഷെ അള്ളാന്റെ കയ്യിൽ കൊടുത്തതൊക്കെ ഡെപ്പോസിറ്റ് ആണ് ആഖിറത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് കൊടുത്തതൊക്കെ അവിടെ സേവ്ഡ് ആയിരിക്കും, പക്ഷെ നമ്മളെടുത്ത് വെച്ചത് അത് നഷ്ടത്തിലേക്കുള്ളതായിരിക്കും. അള്ളാഹ് കൊടുത്തതാണ് സേവ്ഡ് അല്ലെ, നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് സുബ്ഹാനല്ലാഹ് അത് നഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പം അത് പരമാവധി മിനിമം ആക്കി വെക്കാം, നമ്മളെ ആവശ്യങ്ങൾക്കുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ നമുക്ക് ഇഷ്ടമുണ്ട്, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ആളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു സംഭവം അതെന്താണോ അത് നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എന്നേക്കും നമുക്ക് വേണമെങ്കിൽ, എന്തൊരു സാധനം ആയിക്കോട്ടെ. ഈവൻ നമ്മൾ പലരും നല്ല വീടുകളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ എന്നേക്കും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുക. അള്ളാഹ് അത് അവിടെ സേഫ് ആയിട്ട് വെക്കും, നമുക്ക് എന്നേക്കും ഉണ്ടാവും. പക്ഷെ നമ്മള് ഇവിടെ അല്ലെ, എനിക്ക് ഇപ്പൊ വേണമെന്ന് വിചാരിച്ച് നമ്മളെ കയ്യിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത് നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ അത് അപകടം, അല്ലെങ്കിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടിച്ച് പോവേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, പക്ഷെ അള്ളാഹിന്റെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാര്യം അത് എന്നേക്കും ഉണ്ടാവും. അള്ളാഹ് പറയാണ്, ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ബൈഅ ഇല്ലാത്ത ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക. ബൈഅ എന്ന് പറഞ്ഞാല് റൂട്ട് ബ യ ഐൻ. ബൈഅ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ്ചേഞ്ച് ആണ് അല്ലെ, സാധനങ്ങൾ കൊടുത്ത്, ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം വാങ്ങാം, എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വേറൊന്ന് വാങ്ങാം, പൈസ കൊടുത്ത് സാധനം വാങ്ങാം, സാധനം കൊടുത്തിട്ട് പൈസ വാങ്ങാം അല്ലെ. കച്ചവടം എന്ന് പറയാം, കൊടുക്കൽ വാങ്ങൽ, സെയിൽസ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊടുത്ത്, അപ്പം യൗമുൽ ഖിയാമയിൽ അന്ന് ബൈ ഒന്നുമില്ല അല്ലെ, എക്സ്ചേഞ്ച് ഇല്ല, സെയിൽസ് ഇല്ല, ഫുൾ കാലിയായിട്ടാണ് നമ്മൾ വരിക അല്ലെ, ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു കോടീശ്വരനാണെങ്കിൽ പോലും യൗമുൽ ഖിയാമയിൽ അവൻ എങ്ങനെയാ വരിക? എംപ്റ്റി ഹാൻഡഡ് ആയിട്ട്, അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അവന് പറഞ്ഞ പൈസയും അക്കൗണ്ടും ഒന്നും അവന്റെ അടുത്ത് ഉണ്ടാവില്ല. അവനെന്താ കൊടുക്കാൻ പറ്റും? ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒന്നും വാങ്ങാനും പറ്റില്ല. അതിനൊരു സാധ്യതയും അവിടെ ഇല്ല. ഒരാൾക്ക് ഭൂമി നിറയെ സ്വർണം അയാളുടെ കയ്യിലുണ്ടെങ്കിലും അത് കൊടുത്താലും നരകത്തിൽ നിന്നും മോചനം കിട്ടൂല. സുബ്ഹാനല്ലാഹ്, അത് കൊടുക്കാൻ ഇനി അഥവാ ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റിയെന്ന് നോക്കുക, അത് കൊടുക്കാൻ നോക്കുക, കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അത് അവിടെ സ്വീകരിക്കുകയും ചെയ്യൂല അല്ലെ. ഒന്നാമത് നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല അവിടെ ചെല്ലുമ്പം, പൈസയായിട്ടോ സ്വത്തായിട്ടോ ഒന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുത്താൽ സ്വീകരിക്കുകയില്ല. ലാ ബൈഅൻ ഫീ, അത് വർക്കാവാൻ പോണില്ല. നമ്മുടെ ഒരു സ്വത്തും സമ്പാദ്യം, നമുക്ക് ഭൂമിയിൽ നമ്മുടെ കയ്യിലുള്ള ഒന്നും, നമ്മുടെ വീടുകളിലല്ലേ, നമ്മുടെ ചുറ്റുപാടും നമ്മളുടേതെന്ന് കരുതി നമ്മൾ കരുതുന്ന ഒന്നും അവിടെ ഉണ്ടാവില്ല, എല്ലാം നൈമിഷികമാണ്. വലാ ഹുല്ലത്തുൻ, ഹുല്ല ഉണ്ടാവില്ല. ഹുല്ല എന്ന് പറഞ്ഞാൽ ഹ ലാം ലാം, ഹുല്ല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അലൽ മഹബ്ബ എന്നാണ്. അത് മഹബത്തിന്റെ, ഹബ്ബിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഹയസ്റ്റ് ഫോം. അല എന്ന് പറഞ്ഞ വാക്ക് അറിയാലോ, ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് ഹുല്ല എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയാ, പീക്കായിട്ടുള്ള ലവ്, സ്നേഹം, ഇഷ്ടം, അഡോറേഷൻ, ഓക്കെ, അതിനാണ് ഹുല്ല എന്ന് പറയുന്നത്, ഹയസ്റ്റ് ലെവൽ. ഹല്ല യഹില്ലു എന്ന് പറയുന്ന ആ ഒരു ക്രിയയുടെ അർത്ഥം എന്തെങ്കിലും ഒരു സാധനത്തിനെ പിയേഴ്സ്, തുളച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, മീൻസ് പിയേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു സാധനത്തിന്, ഹല്ല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ്. അപ്പം ഹുല്ല എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് ബോണ്ട്, ഓക്കെ, അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് കട്ട് ത്രൂ ചെയ്തിട്ട്, അതായത് തുളച്ച് കയറിയ,
തുളച്ചു കയറി ഹൃദയത്തിലേക്ക് എൻ്റർ ചെയ്ത ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന തരത്തിലുള്ള സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം അതുപോലെയുള്ള, അതായത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയതിനെ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല അല്ലെ. ആണല്ലോ, നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റില്ല. വേറുള്ളവര് നമ്മളടുത്ത് എത്ര വേണ്ട ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്നേഹത്തിനെ, ആ ഒരു ഇഷ്ടത്തിനെ, ആ ഒരു മഹബത്തിനെ, ആ ഒരു ചങ്ങാത്തത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. എന്തൊക്കെ പ്രയാസങ്ങളിലോ കൂടെ കടന്നു പോയാലും ആ ഇഷ്ടം അവിടെ ഉണ്ടാവും. അലൽ മഹബ, കാരണം അത് തുളച്ച് കയറിപ്പോയില്ലേ, അത് ഹൃദയത്തിൽ ഉണ്ട്. അതാണ് ഖുല്ല എന്ന് പറയുന്നത്. ഒരു കവി ഈ ഖലീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖുല്ല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ആ സ്നേഹത്തിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് 2 വരികൾ അറബിയിൽ എഴുതിയത്. ആ അറബി വാക്ക് ഞാൻ കോട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ അതിന്റെ അർത്ഥം പറയാം. അപ്പം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതിനോട് അദ്ദേഹം പറയണം, നീ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ശരീരത്തിൽ എങ്ങനെ റൂഹ് പ്രവേശിച്ചോ അതുപോലെ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലെ. നമ്മളെ റൂഹ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവനുള്ളപ്പം അത് റൂഹും ജിസ്മും, അതായത് ശരീരവുമായിട്ട് ബ്ലെൻഡ് ആയി പോകും. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നീ ബ്ലെൻഡ് ആയിട്ട് പോയിട്ട് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഭാഗമാണ് നീ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുന്ന കാര്യം, ഒഴിവാക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. ആണല്ലോ, എങ്ങനെ എന്റെ റൂഹ് എനിക്ക് ജീവൻ തരുന്നോ അല്ലെ, റൂഹ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവൻ തരുന്നുള്ളൂ, അതുപോലെ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ജീവൻ തരുന്നുണ്ട്. അപ്പം അതില്ലാണ്ട് എനിക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഖുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈവൻ ഈ റൂട്ടും കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയുടെ ഭംഗി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചില വാക്കുകൾ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ അറബിയിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, സഹാബ, റഫീഖ്, ഖലീൽ, അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. എന്നാൽ ഈ ഖുല്ല, ഖലീൽ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചങ്ങാത്തമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടമില്ല, അത് അലൽ മഹബ്ബയാണ്, ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ലവ് ആണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് വിശ്വാസികൾക്ക് ഈ പറഞ്ഞ മഹബ, ഈ അലൽ മഹബ അല്ലെ ഖുല്ല എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സത്യവിശ്വാസിക്ക് ഖലീൽ അല്ലെങ്കിൽ ഖുല്ല ഉണ്ടാവാന്ന് പറയുന്നത് ആരോടെ പാടുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖത്തു അബൂബക്കർ. അതായത് ഞാൻ ആരെങ്കിലും മനുഷ്യന്മാരിൽ നിന്ന് അല്ലെ, ആളുകളിൽ നിന്ന് ഖലീലാക്കി എടുക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെ ആയിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിട്ടില്ല അല്ലെ, ഖലീലായിട്ട് ആരെയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഖുല്ല എന്ന് പറയുന്നത് അള്ളാഹിനോട് മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖലീലാക്കി ആരെങ്കിലും മനുഷ്യന്മാരിൽ നിന്ന് എടുക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെ ആകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഹദീസിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, പക്ഷേ ഇസ്ലാമിക സാഹോദര്യവും അതിന്റെ ആ ഒരു സ്നേഹവും മതിയാവുന്നതാണ്. അപ്പോ ആ ലെവലുള്ള ഒരു ഇഷ്ടം, ഓക്കെ, ആ ഒരു ഇസ്ലാമിക സാഹോദര്യവും അതിൽ നിന്ന് വരുന്ന മവദ്ദത്തും സ്നേഹവും അത് മതിയാവുന്നതാണ്. അല്ലാതെ നമുക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ ഖുല്ലയുടെ ആവശ്യം ഇല്ല, ഖലീലിന്റെ ആവശ്യമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറ്റൊരു സാഹചര്യത്തിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മുഹബ്ബത്ത് ഏറ്റവും കൂടുതൽ ആരുടെ അടുത്താണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറഞ്ഞു. ഓക്കെ, എന്നാൽ പുരുഷന്മാരിൽ നിന്ന് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഉപ്പ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് മുഹബ്ബത്താണ്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുമുള്ള മഹബ്ബയാണ് പറയുന്നത്, ഇവിടെ ഖുല്ലയല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുല്ല എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫോം ഓഫ് ലവ് ആണ്, ഹയസ്റ്റ് ഫോം ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. വേറെ ഒരു സാഹചര്യത്തിൽ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഹിബ്ബുർ റസൂൽ എന്ന് വിളിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഹബ്ബുള്ളതും ഹബ്ബത്തുള്ളത് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഖുല്ല ഉള്ളത് ആരുടെ അടുത്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് മാത്രം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഉണ്ട്, പക്ഷെ ഖുല്ല അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് മാത്രമാണ് ഹയസ്റ്റ് ഫോം ഓഫ് ലവ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ട് അല്ലെ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആളുകളുണ്ട് അവർക്ക് അള്ളാഹിനേക്കാളും വേറെ പലതിനെയും ഇഷ്ടമുള്ളവർ അല്ലെ. എന്നാൽ വിശ്വാസികൾക്ക് എന്തായിരിക്കണം? അവരുടെ ഏറ്റവും കഠിനമായ ഹബ്ബ് എന്ന് പറയുന്നത് അള്ളാഹിന്റെ അടുത്തായിരിക്കണം. സുബ്ഹാനല്ലാഹ്. പലർക്കും, നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പക്ഷേ ഏറ്റവും അള്ളാഹിനേക്കാളും മേലെയുള്ള അല്ലെ, നമ്മള്
മീറ്റപ്പിന്റെ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പലർക്കും അള്ളാഹിനെക്കാളും മേലെയുള്ള ഹബ്ബുകൾ പലതും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെക്കാളും മേലെ നമുക്ക് ഹബ്ബുകളായിട്ട് പലതും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഹബ്ബുകളാണ് പലപ്പോഴും നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് തിരിച്ചു കളയുന്നത്. അത് പല ആളുകളാവാം, പല വികാരങ്ങളാവാം, പല ഇഷ്ടങ്ങളാവാം. ഓക്കെ, ഞാൻ വീണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്നും കൂടെ പറയണം. നമുക്ക് അങ്ങനെയുള്ള അള്ളാഹിന്റെ മേലെ പോകുന്ന എന്ത് ഹബ്ബുണ്ടെങ്കിലും അവിടെ നമുക്ക് പരീക്ഷണം വരും. അവിടെ നമുക്ക് പരീക്ഷണം വരും. കാരണം അള്ളാഹിന്റെ ഇഷ്ടം കൊണ്ടാണ് അത്. അള്ളാഹ് നമ്മളെ തിരിച്ചറിയിക്കുകയാണ്, ഇതല്ല നിനക്ക് പ്രിയപ്പെട്ടതാവേണ്ടത്, ഞാനാണെന്നല്ലേ. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വഴി ഓക്കെ, എനിക്ക് വന്ന പരീക്ഷണം ഇതാണ്, ഇതല്ല എനിക്ക് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലുത് അള്ളയാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ആ ഒരു പരീക്ഷണത്തിൽ പോകും. സുബ്ഹാനല്ലാഹ്, സത്യവിശ്വാസി ബുദ്ധിയുള്ളവൻ, ഹിക്മത്തുള്ളവനായിരിക്കണം, അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മുഴുവനും നമ്മളെ സഹായിക്കാനുള്ളതാണ്. നീ മനസ്സിലാക്ക്, എന്ത് ഇതാണ് നിനക്ക് ഹുല്ലയുള്ളത്, എന്നെക്കാളും മേലെ നിനക്ക് ഉള്ളത് ഈ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് ആണെന്ന് അള്ളാഹ് നമ്മളടുത്ത് പറഞ്ഞു തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും ആ പരീക്ഷണത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ആലോചിച്ചോട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്ന കാര്യം എന്താണ്, അല്ലെ. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പം അത് എന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കാം. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇതൊക്കെ നിന്റെ അപ്രീസിയേഷനോടുള്ള, നിന്റെ അംഗീകാരത്തിനോടുള്ള ഇഷ്ടമാണ് നിന്റെ ഹുല്ല, ഞാനായിരിക്കണം നിന്റെ ഹുല്ല, നീ മാറ്റി വെച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ ഇണകളാണ്, അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തരുന്നുണ്ടെങ്കിൽ അവരോടുള്ള, അല്ലെ, അവരാണ് നമുക്ക് അള്ളാഹുവിനേക്കാൾ മേലെയുള്ള, അതുകൊണ്ടാണ് അവരിൽ നിന്ന് നമുക്ക് പരീക്ഷണം വരുന്നത്. അല്ലെങ്കിൽ മക്കൾ, അല്ലെ, മക്കളില്ലാണ്ടോ മക്കൾ ഉണ്ടായിട്ട് അവരിൽ നിന്നുള്ള പരീക്ഷണമോ ആണെങ്കിൽ അതാണ് നമ്മളുടെ ഹുല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു അനുഗ്രഹത്തിൽ പെട്ടതാണ് അത് നമുക്ക് തിരിച്ചറിയിക്കുന്നത് എന്നുള്ളത്, അല്ലെ. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ആമനു അശദ്ദു ഹബ്ബൻ ലില്ലാഹ്, വിശ്വസിക്കുന്നവർക്ക് എന്താണ്, അള്ളാഹു ആണ് ഏറ്റവും വലിയ ഹബ്ബ്, അല്ലെ. അപ്പം നമ്മള് അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രീതിയിലുള്ള ഒരു ഹുല്ല ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിലെ ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതില്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള ഒരു ഹുല്ലത്തും, ഞാൻ ഈ ഹുല്ല എന്നുള്ള വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാട്ടോ ഇത്രയും പറഞ്ഞത്, അതിന്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പും ഒരു ബന്ധങ്ങളും ഒരു സ്നേഹങ്ങളും അന്ന് പ്രയോജനപ്പെടില്ല. വലാഹുല്ല, അല്ലെ, വലാഹുല്ലത്ത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആളുകൾ വലിയ വലിയ ക്ലെയിമുകളൊക്കെ നടത്താറുണ്ട്, അല്ലെ. നിന്നെ പ്രത്യേകിച്ച് ഒരു പ്രണയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിന്നെ എന്തിനേക്കാളും എനിക്ക് ഇഷ്ടം നിന്നെയാണ്, അല്ലെ, നിന്നെ കഴിഞ്ഞിട്ടേ എനിക്ക് ഭൂമിയിൽ വേറെ ഒന്നുള്ളൂ. പല പല പാട്ടുകളുടെ, അല്ലെ, സിനിമാ ഗാനങ്ങളുടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനേക്കാൾ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ലിറിക്സ് ഒക്കെ കാണാറുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രണയത്തിന്, അല്ലെങ്കിൽ ആ ഒരു കഠിനമായ ഇഷ്ടത്തിന് പ്രകടിപ്പിക്കാറ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് ഭൂമിയിൽ ഉണ്ടെങ്കിലും അതിനൊന്നിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അന്നത്തെ ദിവസം പറ്റില്ല. വലാഹുല്ലത്തുൻ വലാ ഷഫാഅത്തുൻ, ഒരു ഷഫാഅത്തിനും അന്ന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഒരു ഇന്റർസെക്ഷനും, സുബ്ഹാനല്ലാഹ്, ഒരു ശുപാർശയ്ക്കും അന്ന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഷഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷീൻ ഫ ഐൻ ആണ് റൂട്ട്. ഓക്കെ, ഷീൻ ഫ ഐൻ. ഷഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരട്ട എന്നർത്ഥം. ഓക്കെ, വത്ർ അല്ലെങ്കിൽ വിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ, 1, 3, 5 അതുപോലെയാണ് നമ്പറാണ് വിത്ര അല്ലെങ്കിൽ വത്ർ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഷഫ. അതായത് ഒന്നും കൂടിയിട്ട് 2 ആക്കുക, അല്ലെങ്കിൽ 3 കൂടിയിട്ട് 4 ആക്കുക, അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇരട്ടയാക്കുന്നതിനാണ് ഷഫ എന്ന് പറയുന്നത്. അപ്പം ഷഫ എങ്ങനെയാണ് ശുപാർശയാകുന്നത്? ഒരാൾ, അല്ലെ, ഒരു വ്യക്തി ഒറ്റക്കാണ്, അയാൾക്ക് സഹായം ആവശ്യമുണ്ട്, അപ്പൊ അയാളുടെ കൂടെ ഒരാളും കൂടെ ചേർന്ന് നിന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുക, അയാൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ഒന്നിച്ചു നിന്ന്
യാചിക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം കൊടുക്കുക. അങ്ങനെ ഒന്നിന്റെ കൂടെ ഒന്നായിട്ട് ഇരട്ടയായിട്ട് നിന്നിട്ട് സഹായിക്കുന്നതിനാണ്. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് സഹായം വേണ്ട സമയത്ത് നമ്മളുടെ കൂടെ ആരെങ്കിലും ചേർന്ന് നിന്ന് ആ പ്രയാസം നമുക്ക് നീക്കി തരുന്നതിനാണ് ഷഫാ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ആ ഒരു ദിവസം ഷഫാ ഇല്ലാത്ത ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം യൗമുൽ ഖിയാമയിൽ യാതൊരു ഷഫാഅത്തും കിട്ടൂല എന്നാണോ? ഇല്ല, there is ഷഫാ. അന്നത്തെ ദിവസം ഷഫാ ഉണ്ടാവും. അതിനെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ ആയത്തുൽ കുർസിയാണ് വിശദീകരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അടുത്ത നമ്മുടെ ആയത്തുൽ കുർസിയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി അന്ന് ഷഫാഅത്ത് നടക്കും. പക്ഷേ സുബ്ഹാനല്ലാഹ് നമുക്ക് വേണ്ടി ഷഫാഅത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് യാതൊരു ഷഫാഅത്തും നടക്കാത്ത ഒരു ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും അത് അന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഷഫാഅത്ത് നടക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു വ്യക്തി അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അയാളുടെ തെറ്റ് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഒക്കെ ഒരു കോടതിയിൽ എത്തുന്ന ആ കാര്യം. അപ്പം അയാള് തെറ്റുകളൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ ഏറ്റവും ബെസ്റ്റ് ലോയറെ എടുക്കുകയാണെങ്കിൽ പോലും അല്ലെ, അയാൾക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഏറ്റവും ബെസ്റ്റ് ലോയറെ ഹയർ ചെയ്യുകയാണെങ്കിൽ പോലും അയാള് ഗിൽറ്റി ആണ്, അയാൾ തെറ്റുകാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോയർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ ആ ലോയർ കാപട്യമുള്ള ലോയർ ആയിരിക്കണം. അയാള് എന്താ പറയാ, കള്ള കേസുകൾ അല്ലെങ്കിൽ കള്ള പ്രൂഫ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് തെളിയിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പം നമ്മൾ തെറ്റുകാരനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആ ഒരു തെളിവിന്, അതായത് നമ്മൾ തെറ്റുകാരനല്ല എന്നുള്ള തെളിവിനുള്ളത് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു സത്യസന്ധനായ വക്കീലിന് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ അവിടെ നമുക്ക് ആ രീതിയിൽ ഷഫാഅത്തിന്റെ രീതിയിലുള്ള ഹെൽപ്പിന് നമ്മൾ ഡിസേർവിങ് ആവണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പം ഷഫാഅത്തും അന്ന് പ്രയോജനപ്പെടുകയില്ല. വൽ കാഫിറൂൻ, അവിശ്വാസികൾ, ഹുമുദ്വാലിമൂൻ, അവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ അല്ലെ, അവിശ്വസിച്ചവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവര്, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്നവര്, അവരാണ് അന്നത്തെ ഏറ്റവും വലിയ അതിക്രമകാരികൾ. ദ്വാലിമോൻ. ഏറ്റവും വലിയ ദുൽമ എന്താണ്? ഏറ്റവും വലിയ അനീതി എന്താണ്? ഷിർക്ക് അല്ലെ. അള്ളാഹുവിന് പങ്കുകാരെ കൊടുക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കൽപ്പനകൾ വന്നെത്തിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഇന്നത്തെ കാലത്ത് നടക്കുന്ന പല തെറ്റുകളും പല തിന്മകളും പല അനാചാരങ്ങളും, അതിൽ ഒരു പകുതിയിലധികം കാര്യങ്ങളും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ 70-80% കാര്യങ്ങളും ആളുകള് വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റഹ്മത്ത് കേൾക്കുന്നില്ലേ? അപ്പൊ പകുതിയിലധികം കാര്യങ്ങളും ആളുകൾ അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നതാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നെത്തിയിട്ടും അത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ചെയ്യുന്നതാണ്. അപ്പം അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിക്കുന്ന കൂട്ടത്തിലാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വളരെ വലിയ വലിയ കാര്യങ്ങൾ വരെ. അപ്പം അവരൊക്കെ ആരിൽപ്പെട്ടതാണ്? അൽ കാഫിറൂൻ, നിഷേധിക്കുന്നവരിൽപ്പെട്ടവരാണ്. അവരാണ് ഏറ്റവും വലിയ അതിക്രമകാരികൾ. അവരാണ് അന്ന് യൗമുൽ ഖിയാമയിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കാൻ പോണത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒന്നും അവരെ സഹായിക്കാനുണ്ടാവില്ല. അവരുടെ സ്വത്തോ അവരുടെ കുട്ടികളോ അവരുടെ സൗഹൃദങ്ങളോ കുടുംബങ്ങളോ ഷഫാഅത്തോ, അതായത് അവർക്ക് വേണ്ടി ഭൂമിയിൽ സഹായത്തിന് വരുന്ന ആരും അവരെ അന്ന് സഹായിക്കാൻ പറ്റില്ല. കാരണം അവർ അവരുടെ ജീവിതം മുഴുവനും വേസ്റ്റ് ആക്കിയ ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സെയിൽസിലെ ഓണം ബമ്പറും വിഷു ബമ്പറും എല്ലാ സെയിൽസുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടും അവരൊരൊറ്റ സെയിൽസിനും പോയി സാധനം വാങ്ങി വെക്കാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഓരോ നിമിഷവും ഇതുപോലെയുള്ള സെയിൽസ് ആണ് അല്ലെ, സെയിൽസിനുള്ള അവസരങ്ങളാണ്. നിങ്ങൾക്ക് പോയി നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക്, ചിലപ്പോൾ നമ്മളെ അടുത്തേക്ക് നീ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ വന്നിട്ടുണ്ടാവും, ഈ സഹായം ചെയ്യും, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം, ഇന്ന കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പോവാം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ജുബൈരിയ, നിങ്ങൾ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് നോക്കട്ടോ. നിങ്ങളെ വോയിസ് ഇതിന്റെ മൈക്കിന്റെയോ സ്പീക്കറിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. വേറെ ആർക്കും കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഇൻഷാ അല്ലാഹ്.
അപ്പം എന്തെങ്കിലും അല്ലെ നമ്മളെ മുമ്പിൽ അവസരങ്ങൾ വന്നിട്ടും കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല സെയിൽസിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടും നമ്മൾ ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളന്ന് നഷ്ടക്കാരിൽപ്പെട്ടവരായിട്ട്. നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, ആ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു എയർപോർട്ടിലാണ്. ഓക്കെ, എയർപോർട്ടിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു, ഇപ്പം ഒരു തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും വന്നു, നമ്മൾ അവിടെ ഒറ്റപ്പെട്ട് സ്ട്രാൻഡഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ആദ്യം നമ്മളെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കൂല്ലേ. എന്തെങ്കിലും എയർപോർട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു വണ്ടി, അത് ടാക്സി, എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കും. ഇനി അതല്ല, അവിടുന്നും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഫ്ലൈറ്റ് മിസ്സാവുകയാണെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകാനുള്ള, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണെങ്കിലും വേറെ ഫ്ലൈറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കൂല്ലേ. എന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിലെത്തിയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പൈസ ചെലവാക്കാൻ നോക്കും. സുബ്ഹാനല്ലാഹ്. എന്നാ യൗമുൽ ഖിയാമയിൽ ഇതുപോലെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ, നമ്മളെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അക്കൗണ്ടിലെ മണിയോ എന്തെങ്കിലും എടുത്തിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ പറ്റൂല. അടുത്തത് നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ വേഗം നമ്മൾ കോണ്ടാക്ട്സിനെ വിളിക്കില്ലേ, നോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ എന്താ ചെയ്യുന്നെങ്കിലും ചെയ്യും, ഇന്ന ആളെ വിളിച്ചിട്ട് പറയും, ആ ആളെ വിളിച്ചിട്ട് പറയും, എനിക്ക് സഹായം. അപ്പോഴേക്കും നമുക്ക് പല സ്ഥലത്തു നിന്ന് സഹായങ്ങൾ എത്തും അല്ലെ. അന്ന് നമ്മൾക്ക് ഫോൺ എടുത്തിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. ഒന്നിനും നമുക്ക് സഹായിക്കാൻ പറ്റില്ല അല്ലെ. സൂറത്ത് ശുറ 88. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ വേഗം നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ, നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? ഇല്ല എടുത്തോ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ കെയർ ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാരിലേക്കാണ് നമ്മൾ വേഗം പോവല്ലേ. സൂറത്ത് മുഅ്മിനൂനിലെ 101-ാമത്തെ ആയത്ത്, ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. പിന്നെ കാഹളം ഊതപ്പെടും, അന്നാളിൽ അവർക്കിടയിൽ ഒരുവിധ ബന്ധവും ഉണ്ടായിരിക്കുകയില്ല, അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല. നമ്മൾ ഈ ബന്ധങ്ങളൊന്നും ആ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിന് വാല്യൂ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ ബന്ധത്തിനൊക്കെ വാല്യൂ വരുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ബന്ധത്തിനൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, അല്ലാതെ എന്റെ ഇഷ്ടം, എനിക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല, എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബന്ധങ്ങളെയും ഉപയോഗിക്കുമ്പോൾ ആ ബന്ധങ്ങളൊന്നും നമുക്ക് അവിടെ പ്രയോജനപ്പെടുത്തൂല. പക്ഷെ ഏതൊരു ബന്ധത്തിനെയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഇന്നലെയൊക്കെ പലരും മക്കളുടെ കാര്യത്തിലൊക്കെ ഉള്ള കൺസേൺ ഒക്കെ പറയുണ്ടായി. സുബ്ഹാനല്ലാഹ്. മക്കൾ അങ്ങനെ പറഞ്ഞിട്ട് മാറുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് മാറുന്നില്ല, ആ പ്രശ്നം ഈ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. അവിടെയൊക്കെയും നമ്മളെ കൺസേൺ എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിന്റെ സമാധാനക്കേടാകുന്ന കൺസേൺ ആണ്. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എങ്ങനെയാ അവരെ ഉപയോഗിക്കുക? അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ അവർക്ക് ദാവ ചെയ്യുക, നമ്മുടെ ജീവിതം കൊണ്ട് ദാവ ചെയ്യുക, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന് തവക്കുൽ ചെയ്യുക. അവിടെയാണ് നമ്മളുടെ മക്കളോട് നമുക്ക് ചെയ്യേണ്ട ഇബാദത്ത്. മക്കളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട, അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി, അവർക്ക് ദാവ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് അതാണ്. ഓക്കെ, അത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് സമാധാനത്തോടു കൂടി നമ്മൾ നമ്മുടെ മറ്റു കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകലാണ് അവിടെ നമ്മളുടെ ബന്ധങ്ങളെ അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നത്, അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ അത് നമ്മളെ കൺസേൺ, നമ്മളെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ബേജാറായിട്ട് നമ്മളെ ഇബാദത്തിനെയും കൂടെ അത് ബാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ അവിടെ നാളെ നമുക്ക് എന്താവും? ശത്രുതയായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ബന്ധവും ഇല്ല. ആരും ആരോടും നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐ ഓക്കെ, ഹൗ ആർ യു ഡൂയിങ് ഒന്നും ആരും ആരുടെ ചോദിക്കൂല. സ്ഥിരമായിട്ടില്ലേ നമ്മൾ മെസ്സേജ് അയച്ച് എന്താ നിങ്ങളെ വിശേഷം എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ചിട്ട് വിശേഷം എന്താന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല. നീ അന്ന് അവിടെ പോയോ, ഇവിടെ പോയോ, അത് വാങ്ങിയോ, ഇത് വാങ്ങിയോ, ഏത് ഡ്രസ്സാ കിട്ടി, അതൊന്നും ചോദിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല അല്ലെ. നീ എന്നെ മറന്നുപോയോ, ഇത്ര നാളെ എന്റെ വിവരമൊന്നും ഇല്ലാത്തെന്ന് ചോദിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവില്ല, ഒരു ബന്ധങ്ങളും അവിടെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പരസ്പരം ചോദിക്കുകയില്ല നീ എവിടെയാണെന്ന് അല്ലെ. അവിടെയാണ് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഇണകളോ നമ്മളുടെ മക്കളോ എവിടെയാന്ന് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും, കാരണം നമ്മൾ ഇവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിലേ അല്ല ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓരോ ചിന്തകളിലും അവരൊക്കെ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ ഇതൊരു ബന്ധങ്ങളും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ശത്രുക്കളായിട്ട് മാറും. സൂറത്ത് സുഖ്റുഫില് 67-ാമത്തെ ആയത്ത്,
അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാഉ സെയിം റൂട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ലാം ലാം. ഓക്കെ, അന്നത്തെ സുഹൃത്തുക്കൾ, അതായത് നമ്മളുടെ അഹബ, അതായത് അൽ അല ആയിട്ടുള്ള മുഹബത്തുകൾ, ഓക്കെ, അത്രയും നമുക്ക് ക്ലോസ് ആയിട്ടുള്ളത് എല്ലാം എന്താവും? യൗമ ഇതിൻ, ആ ദിവസം ബഅദുഹും ലിബഅദിൻ, അന്യോന്യം അദുവ്, ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ. അപ്പം ശത്രുക്കളായി മാറും എല്ലാം, നമ്മളുടെ എല്ലാ ഹുല്ലകളും എല്ലാം അതുപോലെയുള്ള ബന്ധങ്ങളും നമുക്ക് ശത്രുക്കളായി മാറും. എക്സെപ്റ്റ് ആര്? തഖ്വയുള്ള ആൾക്കാർ, അവര് മാത്രം അന്ന് സുഹൃത്തുക്കളായിരിക്കും. ഇന്നലെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, തഖ്വയുടെ പേരിലുള്ള ബന്ധങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മാത്രമുള്ള, അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നാം അവരെ കൂടെ നിൽക്കും. അതെന്തിനു വേണ്ടി? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലെ? ഒരാളെ നമ്മൾ സുഹൃത്തായിട്ട് കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടി? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. അല്ലാതെ നമ്മളുടെ പേഴ്സണൽ അജണ്ടകൾക്ക് വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കുകയും പേഴ്സണൽ അജണ്ട ഇല്ലാത്തതും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തഖ്വയുടെ പേരിലുള്ള ബന്ധങ്ങൾ, അത് അന്ന് ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് അന്ന് ഉണ്ടാവും. ബാക്കി എല്ലാം ശത്രുതയായിട്ട് മാറിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആ ഫ്രണ്ട്ഷിപ്പ് സ്വർഗത്തിലും, അല്ലെ, അത് തുടരും. സുബ്ഹാനല്ലാഹ്. അത്തരത്തില് തഖ്വയുടെ പേരിലുള്ള ബന്ധങ്ങളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങളെ നിലനിർത്തട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ പേരിലുള്ള ബന്ധങ്ങളായിട്ട് അന്ന് നിലനിർത്തട്ടെ. അല്ലാത്തതൊക്കെയും ശത്രുക്കളായിട്ട് മാറിപ്പോകുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു ഷഫാഅത്തും ഉണ്ടാവില്ല. വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ. ഇവിടെ കുഫ്ർ ചെയ്യുന്നവർ, അല്ലെ, കാഫിറൂന എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ കാഫിറൂനൊക്കെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥലത്ത് ശരിക്കും അത് പറയുന്നുണ്ട്. നമ്മളെ മനസ്സിലുള്ള കാഫിർ എന്ന് പറയുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല കാഫിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും രീതിയിൽ നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുഫറിൽപ്പെട്ടവരാണ്. അപ്പം ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇന്നെന്താണ്? നമ്മൾ അക്രമകാരികളിൽപ്പെട്ടവരാണ്, നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ ഒരു ആയത്തിന്റെ ലെസൺസിലേക്ക് പോവാം. ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കല്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സാധുക്കളുടെ മേൽ, ആവശ്യക്കാരുടെ മേൽ സക്കാത്തായിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, ബന്ധുക്കൾ തന്നെ നമ്മൾ പല ലെവലുകൾ മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളും രക്തബന്ധു എന്ന് പറയുന്ന, അല്ലെ, എന്താണ്, സിലത്തുൽ അർഹാം എന്ന് പറയുന്ന ബന്ധങ്ങൾ, അവരുടെ മേലെ ചെലവഴിക്കുക, യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക, രോഗികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക, അങ്ങനെ പലതരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗങ്ങളിൽ ചെലവഴിക്കുക. ദീൻ പഠിപ്പിക്കുന്ന മാർഗത്തിൽ ചെലവഴിക്കുക. അതുപോലെ ഏതെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പല കോഴ്സുകൾ, പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിനെ ചെലവഴിക്കുക. ഇതെന്താണ്? ഇത് ഈമാന്റെ ഒരു പ്രൂഫാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആരോടാ ചെലവഴിക്കാൻ വന്നത്? അല്ലദീന ആമനൂ. അപ്പം ഒരു വ്യക്തി ചെലവഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ധാരാളമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഈമാന്റെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഈമാന്റെ ലക്ഷണമാണ്. അപ്പം ഒരു വ്യക്തി ചെലവഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ കാണിക്കുന്നത്? എന്തോ ഒരു പ്രശ്നം ഉണ്ട്, അല്ലെ, വിശ്വാസത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട്, ഒരു കുറവുണ്ട്. നമ്മളൊക്കെ നമ്മളിലേക്ക്, വേറൊരാളിലേക്ക് നോക്കണ്ട, നമ്മൾ സ്വയം നമ്മളിലേക്ക് നോക്കുക. നമ്മൾ എത്ര കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും അതിന് ഒരു അടുത്ത ലെവലുണ്ട്. അപ്പം ആ ഈമാനും ഒരു അടുത്ത ലെവലുണ്ട്, അല്ലെ. നമുക്ക് ഇനിയും കൂടുതൽ കൊടുക്കാൻ പറ്റും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതൊക്കെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. നമ്മളെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെ മാതൃകകളുണ്ട്. അതിന്റെ അർത്ഥം നാളെ തന്നെ പോയി എല്ലാം എടുത്തു കൊടുക്കണം എന്നല്ല. അവിടെയും നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, മുഴുവൻ കൊടുത്തവര്, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈവൻ നമ്മൾ കൊടുക്കുമ്പോൾ പോലും, അത് സദഖയായിട്ട് കൊടുക്കുമ്പോൾ പോലും 1/3 കുറവ്, 1/3 മാറ്റി വെക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ആൻഡ് കൊടുക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം നമ്മുടെ മക്കൾക്കുള്ള അനന്തരാവകാശമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ്, ഓക്കെ, ബെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം നമ്മളുടെ ഈമാൻ അവിടെ ഉണ്ടെന്നാണ് ഇതിന്റെ തെളിവാണ്. എത്രത്തോളം കുറച്ചാണോ നമ്മൾ കൊടുക്കുന്നത് അത്രത്തോളം നമ്മുടെ ഈമാൻ കുറവാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഒരു വിശ്വാസി ഒരിക്കലും പിശുക്കനാവില്ല. വിശ്വാസി ധാരാളിയായിരിക്കും. വിശ്വാസിക്ക് അവനേക്കാൾ പ്രിയം മറ്റുള്ളവരെ ആയിരിക്കും. അവന്റെ ആവശ്യങ്ങളെക്കാൾ പ്രിയം മറ്റുള്ളവരുടെ ആവശ്യങ്ങളായിരിക്കും.
അവന്റെ ആവശ്യങ്ങൾ കാണുന്നതിനേക്കാളും മറ്റുള്ളവർ അവർക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട്, അവർ ഇന്ന കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അവർ ഇന്ന കാര്യം അവർക്ക് കൊടുത്താൽ നല്ലതായിരിക്കും, അവർക്ക് ഇന്ന കാര്യം വാങ്ങിക്കൊടുത്താൽ നല്ലതായിരിക്കും, അവർക്ക് ഇത്ര പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കും വിശ്വാസി. വിശ്വാസിക്ക് കൂടുതൽ കൺസേൺ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും, സെൽഫിഷ് ആയിരിക്കില്ല. എനിക്ക് മാത്രം നന്മ മതി എന്ന് വിശ്വാസി ചിന്തിക്കൂല. സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്തുണ്ടോ അത് തന്നെ മറ്റുള്ളവർക്ക് വേണം, അല്ലെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും ഒരു വിശ്വാസി. അതുകൊണ്ടാണ് വിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. തന്റെ ആവശ്യം, തന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ കുറിച്ചും കൺസേൺഡ് ആയിരിക്കും. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളമാണ് നമ്മളുടെ ഈമാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താണ്. ഒരു ലെവലും കൂടെ ഈമാനെ നമുക്ക് പൊക്കാൻ പറ്റുമോ സ്പെൻഡ് ചെയ്തിട്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. പറ്റും, എല്ലാവർക്കും പറ്റും. നമ്മളുടെ ഓരോരുത്തർക്കും ഇനിയും കൂട്ടാൻ പറ്റും എന്തായാലും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഈമാനുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഈമാനുള്ള ആൾക്കാരാവണമെങ്കിൽ എന്താ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം നിങ്ങൾ കോടികൾ ചെലവഴിക്കണം എന്നല്ല. നിങ്ങൾക്ക് അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു എളുപ്പം തന്നിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ ചെലവഴിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കോടികൾ കൊടുക്കുന്നല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹ് നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കുക. തന്നതിൽ നിന്നെന്നുമാണ് പറഞ്ഞത്, തന്നത് മുഴുവനും പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കൊണ്ട് നമുക്കുള്ളതിൽ നിന്ന് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമോ അത്രയും. സുബ്ഹാനല്ലാഹ്. ആ ഒരു പോയിന്റ് വരെയും നമ്മൾ ചെലവഴിക്കുക. എന്തായാലും നമ്മളൊന്നും അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരല്ല, അല്ലെ? കാരണം നമ്മളൊക്കെ സ്വതക്ക ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെ? കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിൽ പോയപ്പോ കുറച്ച് പൈസ പള്ളിയിലെ പെട്ടിയിലിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഴിഞ്ഞ മാസത്തെ ചാരിറ്റി ഡ്രൈവിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചല്ല, ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് എന്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാൻ എന്തെങ്കിലും കൊടുത്തോ, ഇന്ന് എന്തെങ്കിലും കൊടുത്തോ? ഇല്ലേ? എന്റെ ഈമാൻ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പം ഓരോ ദിവസവും എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും എപ്പോഴും കൊടുക്കാനുണ്ടാവും, അല്ലെ? ഉറപ്പായിട്ടും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി. അതായത് ഒരു ദിവസവും ഉണ്ടാവില്ല, അതായത് നേരം വെളുക്കുമ്പോൾ ഒരു അബിദ് അബിദ് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അവന് രണ്ട് മലക്കുകൾ അവനെ സന്ദർശിക്കും. എന്നിട്ട് മലക്കുകൾ അവനിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, അതിലൊരാൾ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ. അല്ലാഹുവേ, നീ ചെലവഴിക്കുന്നവന്, മുൻഫിഖൻ യുൻഫിഖ് അല്ലെ, നഫ്ഖ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മുൻഫിഖൻ, ചെലവഴിക്കുന്നവന് നീ എന്താക്കുക? ധാരാളമായിട്ട് നീ കൊടുക്ക്, നീ കൂടുതൽ കൊടുക്കുക. വയഖൂലുൽ ആഖറു, രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, നീ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കുക. അപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു അബിദ് എഴുന്നേൽക്കുമ്പം രണ്ട് മലക്കുകൾ ഇറക്കപ്പെടുന്ന പറഞ്ഞു. അതിനകത്ത് മലക്കുകൾ അവനെ സന്ദർശിക്കാൻ പറഞ്ഞു. അതിനകത്ത് ഒരു മലക്ക് പറയും, മലക്ക് അവന് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുവേ, നീ ചെലവഴിക്കുന്നവന് ധാരാളമായിട്ട് കൊടുക്കുക. മറ്റേ മലക്ക് പറയും, നീ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചെലവഴിച്ചാൽ തീർന്നു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ, അല്ലെ, അതിന് നമുക്ക് ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹദീസ് ശരിക്കും അതിനൊരു തെളിവാണ്. നമ്മൾ ചെലവഴിക്കും തോറും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നുകൊണ്ടിരിക്കും. അപ്പൊ തീർന്നു എന്ന് വിചാരിച്ചിട്ട് ചെലവഴിക്കാത്തവർ ശരിക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മളെ കയ്യിലല്ലേ പൈസയൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും, പക്ഷെ ഒരു ബറക്ക അതിനകത്ത് ഉണ്ടാവാതെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഇത് കൊടുത്താൽ തീർന്നോ, അത് കൊടുത്താൽ തീർന്നോ, മറ്റേത് കൊടുത്താൽ തീർന്നോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് തന്നെ, അല്ലെ, അതും കളക്ട് ചെയ്ത് ഇതും കളക്ട് ചെയ്ത്, അവിടുന്ന് കിട്ടാനുള്ള പൈസ ഇവിടുന്ന് കിട്ടാനുള്ള പൈസ ഒക്കെ ഉണ്ട് എന്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്ക് ഒരു ബറക്കത്തും നമുക്ക് തരില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് അത് തീർന്നു പോകുന്നത് കാണാം. നമ്മളെന്തെങ്കിലും നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളാണ്, നമ്മൾ കുറച്ച് ഗ്രോസറി വാങ്ങും, അപ്പോൾ വാങ്ങി വന്നാൽ പിന്നെയും നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ ആവശ്യമുണ്ടാവും. നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കും, വീണ്ടും മക്കൾക്ക് വീണ്ടും 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 ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലെ? അത് നമുക്ക് പിടിച്ചു വെക്കാനില്ല. അല്ലെങ്കിൽ എന്റെ ആവശ്യം, എന്റെ കാര്യം എന്ന് ചിന്തിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ടൈറ്റ്നെസ് കൊടുക്കും, അവർക്ക് നാശം കൊടുക്കും. അവർക്കുള്ള സമയത്ത് പൈസയുടെ ബർക്കത്ത് ഉണ്ടാവില്ല. എന്നാൽ ലോകത്തിലെ ഒരുപാട് ആളുകൾ സുബ്ഹാനല്ലാഹ് വിശന്നിട്ട് ദാഹിച്ചിട്ട്, മരണം ഫേസ് ചെയ്തുകൊണ്ട്, രോഗം ചികിത്സ കൊണ്ട്, ഇല്ലാതെ അങ്ങനെ സുബ്ഹാനല്ലാഹ് ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ അടുത്ത് ചോദിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്റെ ഒരു അടിമ വിശന്ന് നിന്റെ മുമ്പിൽ വന്നിട്ട് നീ ഭക്ഷണം കൊടുത്തില്ല,
പലപ്പോഴും നമ്മൾ കൊടുക്കാതിരിക്കാറ് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഞാൻ കൊടുത്താൽ മതിയാവൂല, അല്ലെ? അവരുടെ ആവശ്യം അതിനേക്കാൾ കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് പറഞ്ഞത് അവരുടെ ആവശ്യം തീർക്കാനല്ല, നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കാനാണ്. ശരിക്കും ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഭയങ്കര സട്ടിലാണ്. നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യത്യാസമാണത്. പലപ്പോഴും നമ്മൾ പല കോഴ്സിനും കൊടുക്കാതിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ, അല്ലെ, നിങ്ങളും എല്ലാവരും ഒരുപക്ഷെ നമ്മൾ അശ്രദ്ധരായിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു കോഴ്സും ഏതൊരു ആവശ്യവും നമ്മൾ കൊടുക്കാതിരിക്കുന്നത്, എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവൂല, അവരുടെ ആവശ്യം നിറവേറൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ കൊടുത്തിട്ട് അവരുടെ കാര്യം പൂർത്തിയാക്കുക എന്നല്ല, അവരുടെ പ്രശ്നം തീർക്കുക എന്നല്ല. അതിനൊക്കെ റബ്ബുണ്ട്, അവരുടെ പ്രശ്നം തീർക്കാൻ റബ്ബുണ്ട്. അള്ളാഹ് നമുക്കൊരു അവസരം തരാണ്, നിനക്ക് തന്നതിൽ നിന്ന് നീ ചെലവഴിക്കും. അപ്പം എന്റെ കയ്യിൽ ഇപ്പം കൊടുക്കാൻ എന്തുണ്ടോ അതിൽ നിന്നേ അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു നമ്മളടുത്ത് ചോദിക്കും, എന്റെ അടിമ വിശന്ന് വന്നോ, നീ കൊടുത്തില്ല. എന്റെ അടിമ ദാഹിച്ചു വന്നോ, നീ അവനെ നോക്കി പോലുമില്ല, അവനെ കൺസിഡർ ചെയ്ത് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അല്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ മക്കളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടും എത്രയോ ബുക്കുകളൊക്കെ നമ്മൾ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോട്ട്ബുക്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തു നോക്കുക പോലും ചെയ്യാത്തതുണ്ടാവും. എന്നാൽ വേറെ പല സ്ഥലങ്ങളിലെ മക്കൾ ഒരു പുസ്തകം വായിക്കാൻ കിട്ടാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര് ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല, അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷെ നമ്മളോ ഒരു സൈഡിൽ അത് വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. അതുപോലെ എല്ലാം, വിദ്യാഭ്യാസം ബുക്ക് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും, അല്ലെ, നമ്മളെ വീട്ടിൽ പലതും വേസ്റ്റ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. എന്നാൽ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ, പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ഞാൻ എങ്ങനെ എത്തിക്കും, എന്റെ കയ്യിൽ ഇല്ല, എനിക്ക് അറിയില്ലല്ലോ ആളുകളെ, എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് വീട്ടിനകത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങിയാൽ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ സുബ്ഹാനല്ലാഹ് നമ്മുടെ ചുറ്റുപാടുമാക്കാറുണ്ട്, അല്ലെ? അത് എന്ത് തന്നെയാണെങ്കിലും, അത് പൈസയാണെങ്കിലും സാധനമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം എത്തിക്കാൻ ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം അന്നത്തെ തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഒരു വിശ്വാസി എപ്പോഴും ജനറസ് ആയിരിക്കും, ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും പിശുക്കനാവില്ല. സുബ്ഹാനല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ജനറസ് ആയിരുന്നു, അല്ലെ? സ്വഹീഹ് ബുഖാരിയിൽ വന്ന വേറൊരു ഹദീസിൽ അബൂ ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, അബൂ ഹസൻ നറേറ്റ് ചെയ്ത, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ബുർദ കൊടുക്കണ്ടായി. ബുർദ എന്ന് പറഞ്ഞ ഒരു തരം ഷീറ്റാണ് ഫ്രില്ല് വെച്ച. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് കിട്ടിയപ്പോൾ അദ്ദേഹം അതിന്റെ ആവശ്യക്കാരനുമായിരുന്നു. അദ്ദേഹം അപ്പൊ തന്നെ അത് വാങ്ങിയിട്ട് അത് ധരിക്കുകയുണ്ടായി. ഓക്കെ. അപ്പൊ ഇത് ധരിച്ചിട്ട് പുറത്തേക്ക് വന്നപ്പം സഹാബാക്കളുള്ള ഒരു വ്യക്തി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ഇത് നല്ല ഭംഗിയുണ്ട്, ഇത് എനിക്ക് തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ തന്നെ പോയി അത് ഊരിയിട്ട് ഇയാൾക്ക് അത് കൊണ്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്താ നിനക്ക് എന്ത് ധൈര്യം അത് ചോദിക്കാൻ, അല്ലേ? കാരണം ഈ സ്ത്രീ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ളത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങി അപ്പൊ തന്നെ ധരിച്ചു വന്ന ഒരു സാധനമാണ്. അപ്പോഴാണ് ഒരു സഹാബി ഇത് എനിക്ക് വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ എന്ത് ധൈര്യമാണ് എനിക്കിത് ചോദിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പൊ തന്നെ പോയി അത് ഊരി ഈ വ്യക്തിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയപ്പോ ആൾക്കാർ ചോദിക്കും, നീ എന്ത് പണിയാ ചെയ്തത്, എന്തിനാ അത് ചോദിച്ചത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും നോ പറയില്ല എന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടെന്ന് നിനക്കറിയാം, ആവശ്യമുള്ളത് കൊണ്ടാണ് അത് അപ്പൊ തന്നെ ഉപയോഗിച്ചതെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ എന്തിനാ ചോദിച്ചത് എന്നാ വ്യക്തി ചോദിക്കുമ്പോൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട വസ്ത്രമായതുകൊണ്ട് അതെന്റെ കഫൻ പുടവയായിട്ട് ധരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ജനറസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ എന്താണോ ഉള്ളത്, അത് പൈസയാണെങ്കിലും സാധനമാണെങ്കിലും എന്താണോ ഉള്ളത് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചെലവഴിക്കുവാനും, വെറുതെ ഒരു സംഭവം വീട്ടിൽ ഇരുന്നുകൊണ്ട്, അതിൽ പണമോ എന്ത് സാധനമാണോ അത് വീട്ടിലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള, നമ്മൾ ഭയങ്കര കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ജനറോസിറ്റി, നമ്മുടെ ഉദാരത ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, എന്ത് കൊണ്ടോ നമ്മൾ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എത്ര അവസരങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് കൊടുത്തുകൊണ്ടിരിക്കുക, അവിടെയും ഇവിടെയും എല്ലാ സ്ഥലത്തും. ആര് ചോദിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുത്തിട്ട് അവരുടെ ആവശ്യം തീരൂല എന്ന് ചിന്തിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല, അവരുടെ പ്രശ്നം തീർക്കാനുള്ള പറഞ്ഞിട്ടില്ല. അതിന് അല്ലാഹ് ഉണ്ട്. നമ്മളടുത്ത് പറഞ്ഞത് അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അല്ലാഹ് ഈസി ആക്കിയിട്ട് അത് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലേ? നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക.
എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് എന്നും രാവിലെ 2 മലായിക്കത്ത് വന്നിറങ്ങിയിട്ട് പറയാ, കൊടുക്കുന്നവന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കുക, പിടിച്ചു വെക്കുന്നവന് നീ നാശം കൊടുക്കുക. എന്നും രാവിലെ നമ്മൾ എന്നും കൊടുക്കുന്നുണ്ടോ? എന്നും കൊടുക്കാനുള്ളത് നമ്മുടെയൊക്കെ കയ്യിൽ ഇല്ലേ? ഇല്ലേ? നമ്മൾ ആരടുത്താണ് ഇല്ലാത്തത് അല്ലെ? ഒരു പക്ഷേ ബാങ്ക് അക്കൗണ്ടും കോടികളും നമുക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളൊക്കെ വീടുകളിൽ ഇഷ്ടംപോലെ സാധനങ്ങളില്ലേ നമുക്ക് എന്നും കൊടുത്താലും തീരാത്തത്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മളുടെ പൊസഷൻസ് അല്ലെ, സുവാലിസിമ പറഞ്ഞിട്ടുണ്ട്, ആദമിന്റെ മകൻ അവൻ എപ്പോഴും മാലി മാലി, എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഇതെന്റേതാണ് ഇതെന്റേതാണ്. ഇവൻ ശരിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളെ മക്കളൊക്കെ ചെറിയ ചെറിയ മക്കൾ, ഇപ്പത്തെ തീരെ ചെറിയ മക്കൾക്ക് ഭയങ്കരമാണ് അല്ലെ, അവരുടെ സ്വന്തം സാധനങ്ങൾ, സ്വത്ത്, അവരുടെ ഉമ്മാന്റെ സാധനങ്ങൾ, അവരുടെ ഉപ്പാന്റെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടുള്ള ആ ഒരു എന്റെ ഫീലിംഗ് ഭയങ്കര കൂടുതലാണ് അല്ലെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നബ്സല്ലാസ്ലം പറഞ്ഞത്, ആദമിന്റെ മകൻ എപ്പോഴും മാലി മാലി, എന്റെ സ്വത്ത് എന്റെ കാര്യം എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നബ്സല്ലാസ്ലം ചോദിക്കണം, അല്ലയോ ആദമിന്റെ മകനെ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതായത് നീ കൺസ്യൂം നീ ഉപയോഗിച്ചിട്ട്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലാത്ത, നിന്റെ ഉപയോഗത്തിലില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നീ കൊടുത്തിട്ടുണ്ടോ? അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്കും ഉപയോഗങ്ങൾക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നീ കൊടുത്തു വെച്ചിട്ടുണ്ടോ? അതായത് നിന്റെ ഭാവിയിലേക്ക് നീ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിന്റെ ആവശ്യങ്ങൾക്കുള്ളതല്ലാത്ത എക്സ്ട്രാ ആയിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ നീ പരലോകത്തെ അക്കൗണ്ടിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ടോ? കാരണം അതിന് നമുക്ക് എടുത്തിട്ട് പോവാൻ പറ്റൂല അല്ലെ. എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഖിറത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുക, അതിനെ പിടിച്ചുകെട്ടി ഇരിക്കേണ്ട. പിന്നെ ഈ ഒരു ആറ്റിൽ നമ്മൾ പഠിച്ച മറ്റൊരു ലെസൺ എന്ന് പറയുന്നത്, യൗമുൽ ഖിയാമയിൽ നമുക്ക് അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ ഇതന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ, സ്വത്വം ഒന്നും നമുക്ക് പ്രയോജനപ്പെടില്ല, നമ്മളെ പണം പ്രയോജനപ്പെടില്ല. അത് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ നേരത്തെ കൊടുത്തു വെച്ചതല്ലാതെ, നേരത്തെ ആ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ, എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ പ്രയോജനത്തിൽ വരും. നമുക്കറിയാം അല്ലെ, ഒരു വ്യക്തി മരിക്കുമ്പം അവന്റെ അമലുകളൊക്കെ നിന്നു പോകും. 3 കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? സദഖത്ത് ജാരിയ അല്ലെ, നിന്നും നിലനിൽക്കുന്ന സദഖ, ഇൽമുൻ നാഫിയ പ്രയോജനപ്രദമായിട്ടുള്ള ഇൽമ, പിന്നെ സ്വാലിഹായ മക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് വളരെ എന്താണ് ജാരിയായിട്ടുള്ള സ്വതക്കയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞു പൈസ ആവണമെന്നില്ല, എന്തും ആവാം അല്ലെ, എന്നും നിലനിൽക്കുന്ന എന്തൊക്കെ സ്വതക്കകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഏറ്റവും ഇപ്പൊ നമ്മൾ ഈ ഒരു സിറ്റിങ്ങിലുള്ള എല്ലാവർക്കും അതുപോലെ എൽമ കൊടുക്കാനുണ്ട്, ജാരിയായ എൽമ അല്ലെ, അത് തലമുറകളായിട്ട് കൈമാറി പോകാൻ സാധ്യതയുള്ള നമ്മളെ ലോകത്തിൽ നിന്ന് ഭയങ്കര ആവശ്യമാണ്. പല രീതിയിലുള്ള എൽമ, എന്ത് രീതിയിലുള്ള എൽമ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് തജ്വീദ് ആയിക്കോട്ടെ, ഹിഫ്ള് പഠിപ്പിക്കാനുള്ള കഴിവായിക്കോട്ടെ, അറബി പഠിപ്പിക്കാനുള്ള കഴിവായിക്കോട്ടെ, തഫ്സീർ ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, എന്തൊരു എൽമ നിങ്ങൾക്കുണ്ടെങ്കിലും അത് സ്വതക്കത്ത് ജാരിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ തലമുറകളോളം കൈമാറിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും അല്ലാതെ നമ്മളെ അടുത്തൊന്നും ഇല്ല അവിടെ. നമുക്ക് ഈ സെയിൽസിന്റെ സമയത്താണ് നമ്മളുള്ളത്. ഈ സെയിൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു സത്വം നമുക്ക് അള്ള തന്നത് എല്ലാം, അള്ള തന്ന ഓരോ കഴിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ള തന്ന ഓരോ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓരോന്ന് കാണുമ്പോഴും നമുക്ക് വിഷമാവരുണ്ട്, റബ്ബേ ഇതുകൊണ്ട് എനിക്ക് ആഹാരത്തിൽ പ്രയോജനം ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. സാധാരണഗതിയിൽ നമുക്കല്ലേ നമ്മളെ ചുറ്റുപാട്, നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എല്ലാ സാധനങ്ങളും ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ, നല്ല സെറ്റപ്പ് ആണല്ലേ, എനിക്ക് ഇതുണ്ട് അതുണ്ട് നമ്മൾ അതുണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ടുണ്ട് മറ്റേതുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ആ വീടുണ്ട് ഈ വീടുണ്ട് ആ സ്ഥലം ഉണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, ആ സ്ഥലത്തോട്ടുണ്ട്, ആ പൈസ ഉണ്ട്. പക്ഷെ ഇത് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് വിഷമാവേണ്ടത് ഇതിന്റെ ആഹാരത്തിലേക്ക് പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതുപോലെ നമ്മുടെ ഓരോ കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. ഇത് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് പോലും ഞാൻ എന്തിനാ അതിനെ ഉപയോഗിക്കുന്നത്? പരദൂഷണം പറയാനാണല്ലേ. ഒരിത്തിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറി ഈ ഗ്രൂപ്പിൽ കയറി അവർ ചെയ്തതിനെ കുറിച്ച് കുറ്റം പറഞ്ഞു, ഇവർ ചെയ്തതിനെ കുറിച്ച് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്ത് 4 ഓളെ ജീവിതത്തിൽ അത് അങ്ങനെ, ഇവളെ ജീവിതത്തിൽ ഇതിങ്ങനെ, എന്ത് കാര്യമുണ്ട്? ആ സമയം നമുക്ക് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആ കഴിവിനെ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ആ സമയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല, സമയമില്ലാത്തവരാരും ഇല്ലല്ലോ. സമയം എന്ന റിസ്ക് കിട്ടാത്ത ആരും തന്നെ ഇവിടെ ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമങ്ങളായി മാറട്ടെ. സുബ്ഹാനല്ലാഹ്.
പിന്നെ സ്വതക്ക എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞാൽ പരലോകത്ത് സുബ്ഹാനല്ലാഹ് കണക്കില്ലാത്ത പ്രയോജനമാണ് നമ്മൾ കണ്ടുല്ലേ. എന്നാൽ ഇഹലോകത്തും സ്വതക്ക കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് നമുക്കറിയാം. സുബ്ഹാനല്ലാഹ് നമ്മളുടെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരു കലാമിറ്റി വരുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന സ്വതക്ക മൂലം തട്ടിത്തിരിക്കും നമുക്കറിയാം അല്ലെ. ചിലപ്പം ചെറിയൊരു ആക്സിഡന്റ് ആയിരിക്കും, ചെറിയൊരു അപകടം പറ്റിയിട്ട് അത് ചിലപ്പോൾ നമ്മളെ വർഷങ്ങളോളം നമ്മളെ കിടത്തിയിടാൻ അത് മതിയാവും. എന്നാൽ ഒരു പക്ഷെ നമ്മൾ ധാരാളമായിട്ട് സ്വതക്ക കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ചെറുതാക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയില്ലല്ലേ നമുക്ക് എന്താ വരാനിരിക്കുന്നത്. അപ്പം ഇഹലോകത്തും പ്രയോജനങ്ങൾ സ്വതക്ക കൊണ്ട് എന്തായാലും ഉണ്ട്. സുബ്ഹാനല്ലാഹ് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പല അപകടങ്ങളെയും പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്വതക്കക്ക് പറ്റും. സുബ്ഹാനല്ലാഹ്. അതുപോലെ സ്വതക്ക കൊടുക്കുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ബറക്കയാണ് നമ്മുടെ സമ്പത്ത്. നമ്മൾ വിചാരിക്കും എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ കൊടുത്തതുകൊണ്ട്, പക്ഷെ ആ തന്ന പൈസയിലുള്ള ബറക്കത്ത് ഭയങ്കരമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നിടത്ത് 1000 കാര്യങ്ങൾ പക്ഷെ നമ്മൾ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. സുലത്തുൽ അർഹാമിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ധാരാളമായിട്ട് ചെലവഴിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത് നമ്മളെ ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ പൊതുവെ ഏതൊരു വ്യക്തിയും വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഹൃദയങ്ങൾ ഇണക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഈവൻ ഒരു പുറത്തുള്ള ഒരു വ്യക്തിക്ക് പോലും നമ്മൾ ഒരു അവിശ്വാസിക്ക് പോലും കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം ഇണക്കപ്പെടുകയാണ്. അത് ദാവയുടെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ്. അള്ളാഹിന്റെ തൃപ്തിയുള്ള ആ നീയത്തോടു കൂടി ചെലവഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അഹങ്കാരത്തിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ സുബ്ഹാനല്ലാഹ് സ്വതക്ക ധാരാളമായി കൊടുക്കുന്നത് നമ്മളെ ഇന്റേണൽ അല്ലെ, പുറത്ത് നമ്മൾ ചെയ്യുന്നത് അകത്തും അത്. കാരണം നമ്മൾ കൊടുക്കുന്തോറും നമ്മൾ ഈ നീയത്തിൽ കൊടുക്കുന്തോറും ഈമാൻ വർദ്ധിക്കുന്നതിന്റെ പേരിൽ കൊടുക്കുന്തോറും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ റബ്ബ് തന്നതാണ്, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതാണ്. നമ്മൾ കൊടുക്കാത്തിടത്തോളം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് എനിക്കുള്ളതാണ്, അഹങ്കാരം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. മാത്രമല്ല സ്വതക്ക പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ എളുപ്പമാക്കി തരും. അവന് അല്ലെ ധാരാളമായിട്ട് കൊടുക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്. ശരിക്കും അതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ. ഇവിടെ ഓരോരുത്തർക്കും ഈ ഓരോ കാര്യത്തിലും ഷെയർ ചെയ്യാൻ അനുഭവങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാര്യങ്ങളിലും എളുപ്പമുണ്ടാക്കി തരും. പിന്നെ ആഖിറത്തില് സുബ്ഹാനല്ലാഹ് ഉറപ്പായിട്ടും അല്ലെ, ആഖിറത്തിൽ ആണ് ഏറ്റവും വലിയ പ്രയോജനം. ഇത്രയും നമ്മളിപ്പോ പറഞ്ഞ 3-4 പോയിന്റ്സ് ഭൂമിയിലുള്ള പ്രയോജനങ്ങളാണ്. ആഖിറത്തിലുള്ളതും നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലമായിട്ടില്ലേ. അത് സ്വതക്ക കൊണ്ടാണ് നമുക്ക് ആഖിറത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ചെയ്ത അമലുകളും നമ്മൾ ധാരാളമായിട്ട് കൊടുത്ത കാര്യങ്ങളും ആ സ്വതക്കയിൽ എല്ലാം പെടും കേട്ടോ. എല്ലാം പുഞ്ചിരി ഉൾപ്പെടെ എല്ലാം പെടും. എന്തൊക്കെ നമുക്ക് ഓരോ ഈ സെയിൽസിന്റെ സമയം തീരുന്നത് മുമ്പ്, അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പം ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സീസൺ വരുമ്പോഴും മാത്രമേ സെയിൽസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് വിശ്വാസിക്ക് എല്ലാ സീസണും സെയിൽസ് ആണ് അല്ലെ, ബയ നടത്താനുള്ള അവസരമാണ്. അപ്പൊ നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്തണ്ട. അപ്പം എത്രത്തോളം വലിയ വീട്, എത്രത്തോളം സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു തന്ന റിസ്കുകളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാവട്ടെ നമ്മളുടെ മെയിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. قولي قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.